ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. കുറേ സീറ്റ് ഒഴിവുണ്ടല്ലോ, ആരെങ്കിലും വരാനുണ്ടോ? ഒന്ന് എല്ലാവരോടും ഒന്ന് എത്താൻ പറയണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നമുക്കൊരു കൃപ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അതിനു മുന്നേയോ അതിനോടൊപ്പമോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരം നിങ്ങളിൽ നിറഞ്ഞിട്ടുണ്ടാകും. ഈ വരത്തോടുകൂടെ മാത്രമേ നിങ്ങൾക്കൊരു അനുഗ്രഹം, ഒരു കാര്യസാധ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങൾക്ക് നടക്കുകയുള്ളൂ. ഒരു വരത്തോടുകൂടെ മാത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വരം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒരു സഹനത്തോടുകൂടെ മാത്രമേ ഒരു വരവും ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയേക്കാളുപരി നമ്മൾ യേശുവിനെ അറിയാതെ ജീവിക്കുന്ന ഒരു തലമുണ്ട്. യേശുവിനെ അറിയാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ തലമെന്ന് പറയുന്നത് സഹനമാണ്. സഹനത്തിലേക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തെ കർത്താവ് കൊണ്ടുവന്ന് സഹനത്തിൽ ഈ വ്യക്തി ദൈവത്തെ തിരിച്ചറിയുമ്പോൾ അദ്ദേഹത്തിലേക്ക് ദൈവം കൊടുക്കുന്നതാണ്, സഹനത്തിൽ നിന്ന് ദൈവം കൊടുക്കുന്നതാണ് കൃപകൾ അല്ലെങ്കിൽ വരങ്ങൾ കൊടുക്കും. ഈ വരങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം ഈ സഹനത്തിൻ്റെ പൂർത്തീകരണം ഇപ്പുറത്ത് വരും. അതായത് നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ച് കിട്ടുന്ന, അനുഗ്രഹങ്ങൾ കിട്ടി എന്ന് നമ്മൾ പറയുന്ന തരത്തിൽ സഹനത്തിൻ്റെ ഒരു പൂർത്തീകരണം വരും. ഈ കാര്യം എനിക്ക് സാധിച്ച് കിട്ടി, ഇത് ഓക്കെയായി, എൻ്റെ ഈ പ്രശ്നം മാറി, ഞാൻ ഇത്രയും നാൾ സഹിച്ചതായിരുന്നു, ഇത് മാറി. പക്ഷേ ആ കാര്യം സാധിച്ച് കിട്ടുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു വരം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു വരം നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വരത്തോടുകൂടെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ, ഒരു അനുഗ്രഹം വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സഹനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സഹനം. നിങ്ങൾ ആ സഹനത്തെ നിങ്ങൾ കുറേ നാളായി ഇതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ സഹനത്തിൻ്റെ അവസാനം കൃപയാണെന്നുള്ളത് മറക്കരുത്. ഈ കൃപ നിങ്ങളിൽ ആ കാര്യസാധ്യവും നടത്തി തരുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന മെസ്സേജസ്, മിക്കവാറും ശുശ്രൂഷകർക്കെല്ലാം മെസ്സേജസ് ഉണ്ട്, സന്ദേശങ്ങൾ എടുക്കുന്നവരുണ്ട്. പക്ഷേ അതിൻ്റെ ക്ലാരിറ്റി ഉണ്ട്. അതനുസരിച്ചാണ് ശുശ്രൂഷയുടെ തലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ശുശ്രൂഷകരോടും ചോദിച്ചാൽ അതിപ്പോൾ ഏത് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയുമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ആ ക്ലാരിറ്റി ഉണ്ട്. മെസ്സേജ് എടുക്കുന്ന ക്ലാരിറ്റി നോക്കിയാൽ ശുശ്രൂഷയുടെ ലെവൽ മനസ്സിലാക്കാൻ പറ്റും. സന്ദേശങ്ങൾ എടുക്കുന്ന ക്ലാരിറ്റി ഉണ്ട്. ഇത് ഇങ്ങനെയാണ്, ഇത്ര മണിക്ക് ഇന്നത് എന്ന് പറയുന്ന ക്ലാരിറ്റി നോക്കിയാൽ സന്ദേശങ്ങൾ മനസ്സിലായാൽ ആ ശുശ്രൂഷ വരം ഏത് ലെവലിലാണ് നിൽക്കുന്നത് മനസ്സിലാകും. ഇവളിലുള്ള ശുശ്രൂഷ വരത്തിൻ്റെ ലെവൽ വേറെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാൻ കാരണം, ഇവിടെ ഒരു സാക്ഷി നിങ്ങളോട് പറയാൻ കാരണം, നമ്മിൽ ഒരു സഹനം ദീർഘനാളത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സഹനത്തിന് പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്നുള്ളത് മറക്കരുത്. ഏതോ ഒരു പദ്ധതി നടപ്പിലാകാൻ ദൈവം എന്നെ ഈ തീച്ചൂളയിലൂടെ പോകാൻ അനുവദിക്കുക. ഈ തീച്ചൂളയിലൂടെ കർത്താവ് എന്നെ പോകാൻ അനുവദിക്കുമ്പോൾ നമുക്ക് ഈ തീച്ചൂളയിൽ എന്ത് കാണിക്കാം? ഈ തീച്ചൂളയിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. ഈ തീച്ചൂളയിൽ നമ്മൾ എന്നാൽ പിന്നെ ഇതാണ് എന്നുള്ളതിൽ നമ്മൾ ഈ പാപത്തിലേക്ക് തന്നെ പോകാം എന്നുള്ള രീതിയിൽ ഈ സഹനത്തെ പാപമാക്കി നമ്മൾ മാറ്റാനും പിശാച് പ്രേരണ തരും. അവിടെ ആ സഹനത്തിൻ്റെ വാല്യൂ കുറയ്ക്കാൻ, നമ്മളെ സഹന സമയത്ത് നമ്മളൊരു ആശ്വാസം കണ്ടെത്താൻ പാപത്തിലേക്ക് പോകുന്ന ഒത്തിരി ജന്മങ്ങളുണ്ട്. അവിടെ സാത്താൻ ദൈവം കൊടുത്ത സഹനത്തെ ഇളക്കാനായിട്ട്, കുറവ് കാണിക്കാൻ, അത് ആ സഹനത്തിൻ്റെ വാല്യൂ നഷ്ടപ്പെടാൻ സഹന സമയത്ത് ഒരു പാപത്തെ കൂട്ടുപിടിക്കുന്നവരുണ്ട്. അതാണ് ചില കുട്ടികളെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും. കുട്ടികൾ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സാത്താൻ കൊടുക്കുന്ന ഒരു തോട്ട്സ് ഉണ്ട്. ഒരു തെറ്റായ ബന്ധം കൊടുക്കും. ഈ തെറ്റായ ബന്ധത്തിൽ ഈ മകളായിരിക്കും അല്ലെങ്കിൽ ഈ മകനായിരിക്കും ഈ വ്യക്തിയെ സംരക്ഷിക്കുന്നത് എന്നുള്ള തോന്നൽ കൊടുക്കും. ഇവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം നിർത്തില്ലായിരുന്നു, ഇവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നശിച്ചു പോയാൻ, ഇവനുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഏതിലേക്കെങ്കിലും ഒരു ആശ്രയത്വം പിശാച് കൊടുക്കും. ഈ ആശ്രയത്വത്തിൽ നിന്നുകൊണ്ട് ഇവർ ദൈവത്തെ ആശ്രയിക്കേണ്ടതിന് പകരം ഇവർക്ക് എവിടെ നിന്ന് ആശ്വാസം കിട്ടിയോ അതിലേക്ക് പോകും.
പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ഉള്ളിൽ ദൈവം ഒരു നീറ്റൽ, ഒരു സഹനത്തിലൂടെ പോകാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സഹനമാണ് നിങ്ങളുടെ കൃപയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സഹനത്തിലൂടെ നിങ്ങൾ പോയി ആ കൃപയുടെ തീരത്തേക്ക് എത്തി. കൃപ നിങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അടുത്തതാണ് നിങ്ങൾ പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അടുത്തതാണ് നിങ്ങൾ ചോദിച്ച കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവം നമുക്ക് തരുന്നതെല്ലാം, സഹനങ്ങളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല, ദൈവം തരുന്ന സങ്കടങ്ങളെല്ലാം കരഞ്ഞു തീർക്കാനുള്ളതല്ല, മറിച്ച് ആ സങ്കടങ്ങളിൽ ഒരു കൃപ മറഞ്ഞിരിക്കുന്നതിനെ നമ്മൾക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. സഹനങ്ങളെ രണ്ട് രീതിയിൽ നമുക്ക് നേരിടാം. അതിനോട് കീഴ്വഴങ്ങിക്കൊണ്ട് എൻ്റെ വിധിയാണ്, ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിധിക്ക് കീഴടങ്ങുന്ന രീതി പരിശുദ്ധാത്മാവിനെതിരാണ്. വിധിക്ക് കീഴടങ്ങി ഇതെൻ്റെ വിധി, അതിങ്ങനെയുള്ളൂ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരാ. പക്ഷേ ഈ സഹനത്തിൽ ഞാൻ അതിനെ അതിജീവിക്കും. ഈ സഹനത്തെ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്താൽ എനിക്കിതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യം ലഭിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. ഈ സഹനത്തെ ഞാൻ പറഞ്ഞില്ലേ, ദീർഘകാലത്തേക്കായിട്ട് കർത്താവ് കൊടുക്കുന്നതുണ്ട്, ഒരു നിശ്ചിത കാലത്തേക്കായിട്ട് കൊടുക്കുന്നതുണ്ട്, ചിലത് ഒരു ദിവസത്തേക്കായിട്ട് കൊടുക്കുന്നത് വരെ ഉണ്ടെങ്കിൽ സഹനത്തിൻ്റെ കാലയളവും സഹനത്തിൻ്റെ ആഴവും അനുസരിച്ച് ആ വ്യക്തിക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ തോതിലും മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ നശിക്കാനല്ല, നിങ്ങളെക്കുറിച്ച് തമ്പുരാൻ്റെ ഒരു പദ്ധതിയുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത് നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് സോളമനെക്കുറിച്ച്. അതിൻ്റെ 8-ാം അധ്യായം, രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 22 മുതലുള്ള തിരുവചനം. രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനം. സോളമൻ്റെ പ്രാർത്ഥന. 1 രാജാക്കന്മാർ 8 അതിൻ്റെ 22 മുതൽ 30 വരെയുള്ള തിരുവചനം നിങ്ങൾ എടുത്ത് വായിക്കുക. സോളമൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന. അനുദിനം നമ്മൾ വായിച്ചിരിക്കേണ്ട വചനഭാഗങ്ങളിൽ ഒന്നാണ് ഇത്. അനുദിനം നമ്മൾ വായിക്കേണ്ട വചനഭാഗങ്ങളിൽ ഒന്നാണിത്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമുക്ക് ചിട്ടപ്പെടുത്താം. ഏതെങ്കിലും ഒരു പ്രാർത്ഥന വിശുദ്ധരിലൂടെ നൽകപ്പെട്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് രണ്ടിനും അപ്പുറം ചില പ്രാർത്ഥനകൾ, വിശിഷ്ടമായ ചില പ്രാർത്ഥനകൾ നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താം. ഇതിൽ എന്നെ കൂടുതൽ സ്വാധീനിച്ച ഒരു പ്രാർത്ഥനയാണ് ഞാൻ ദിവസവും ചെല്ലുന്നത്. ആ പ്രാർത്ഥനയാണിത്, സോളമൻ്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, ജ്ഞാനത്തിൻ്റെ അഭിഷേകം നിറയാൻ നമുക്ക് ഈ പ്രാർത്ഥന വഴി സാധിക്കും. ജ്ഞാനത്തിൻ്റെ അഭിഷേകം. മിക്കവാറും കുട്ടികൾ എല്ലായിടത്തും അവർ ധ്യാനിക്കാൻ ചെല്ലുമ്പോൾ അവരോട് പറയും പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പൊതുവേ കൊടുക്കുന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം വായിക്കാൻ പറയും. പ്രിയപ്പെട്ടവരെ, അത് വായിക്കേണ്ട എന്നല്ല, അതിനേക്കാൾ ഉപരി ഞാൻ പല കുട്ടികൾക്കും ഇങ്ങനെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് സോളമൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഏത് കൊട്ടേഷൻ എത്രാം അധ്യായം ഇതൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം കുട്ടികൾ കണ്ടുപിടിക്കുമ്പോൾ ബൈബിളിലെ പേജുകൾ മറിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഭിഷേകം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തിക്കൂടാ. ചില കുട്ടികൾ പേജ് നമ്പർ വരെയും ചോദിക്കും. അത് കറക്റ്റ്, അത് മാത്രമേ തുറക്കത്തുള്ളൂ, അത് പാടില്ല. ഞാൻ പറയും ജ്ഞാനത്തിൻ്റെ സോളമൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. 1ആണോ 2ആണോ എന്ന് പറയില്ല, എത്ര അധ്യായം ഒന്നും പറയില്ല. ഇതിങ്ങനെ മറിക്കുമായിരുന്നു, തിരിച്ച് മറിച്ച് നോക്കുമ്പോൾ ഈ കണ്ണ് അത്രയും നേരമെങ്കിലും ഫോണിൽ നിന്ന് മാറി വചനത്തിലേക്ക് നോക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ കണ്ണിനെ ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് അധ്യായം പറഞ്ഞു കൊടുക്കത്തില്ല, ഇത് നോക്കിയെടുക്കാൻ പറയും. ഇത് നോക്കിയെടുക്കുന്ന സമയത്തിനുള്ളിൽ ദൈവത്തിന് ആ മകനിൽ പ്രവർത്തിക്കാൻ പറ്റും. ഹല്ലേലൂയ. ആ ഗ്യാപ്പിൽ ദൈവത്തിന് ആ മകനിലോ മകളിലോ പ്രവർത്തിക്കാനുള്ളൊരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. എല്ലാം ഈസിയാക്കി കൊടുക്കരുത്. ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കണ്ടുപിടിക്കാൻ. എങ്കിലും പിള്ളേർ ചിലപ്പോൾ അത് വെച്ച് കണ്ടുപിടിക്കും. നമ്മുടെ മക്കൾ നമ്മളെ വിറ്റ കാശ് അവരുടെ കയ്യിലുള്ളത് കൊണ്ട് അവർ കണ്ടുപിടിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് വെച്ചിട്ട് ഈ വചനം വായിച്ച് ഒത്തിരി മക്കൾ ഈ വചനം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരുടെ എക്സാമിന്, ഇൻ്റർവ്യൂവിന്, മറ്റു പല മേഖലകളിൽ അവർ പോകും. അവർക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ മേഖലകളിലെല്ലാം ഈ പ്രാർത്ഥന അവർക്ക് ഫലം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എടുത്തു വെച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക. സോളമൻ ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ, സോളമനെക്കുറിച്ച് നമുക്കറിയാം, ജ്ഞാനത്തിൻ്റെ അഭിഷേകം. ഈശോ വചനത്തിൽ ദൈവം ഇതുപോലൊരു ജ്ഞാനം ആർക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത്. അവിടെ സോളമൻ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനകൾ നിങ്ങൾ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക. സോളമൻ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ ഇസ്രായേൽ ജനത്തിൻ്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ആദ്യത്തേതാണ് ഫിസിക്കൽ പ്രെയർ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് മുൻപ് ശരീരം പ്രാർത്ഥന ആരംഭിച്ചു.
അധരം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ശരീരം ആരംഭിച്ച പ്രാർത്ഥനയാണ് ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തുക. ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തുക. നമ്മുടെ കരങ്ങളുടെ ഡയറക്ഷൻ എപ്പോഴും താഴേക്ക. ഇതിന് ഓപ്പോസിറ്റായിട്ട് എൻ്റെ കരങ്ങൾ എൻ്റെ ദൈവത്തിലേക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായിട്ട് എൻ്റെ കരങ്ങൾ മാറ്റപ്പെടുന്നത്. ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അഭിഷേകം കൂടുതലാണ്. 2 രീതിയിൽ പ്രാർത്ഥിക്കാം. വെറുതെ അധരം കൊണ്ട് പ്രാർത്ഥിക്കാം. ബൈബിളിലുള്ള പ്രാർത്ഥനകളുടെ പ്രത്യേകത, പ്രാർത്ഥനയുടെ അഭിഷേകം നിങ്ങൾക്ക് കിട്ടും, വചനത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിൻ്റെ കെട്ടുകൾ അഴിയപ്പെടും. ഇതാണ് വചനത്തിലൂടെയുള്ള പ്രാർത്ഥനയുടെ ഗുണമെന്ന് പറയുന്നത്. 3 അഭിഷേകം ഒരേ സമയം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരും, വ്യക്തിത്വത്തിലേക്ക് കടന്നു വരും. സോളമൻ ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം നിങ്ങളുടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്ത സ്നേഹത്താൽ അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല. പ്രഖ്യാപനമാണ് ആദ്യത്തേത്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലാം നിൽക്കുന്നത് എന്താണെന്നറിയോ? അങ്ങയാണല്ലോ, ഞാൻ ആരാധിക്കുന്നു, ഞാൻ മഹത്വപ്പെടുത്തുന്നു, ഞാൻ നന്ദി പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ രീതികളിൽ, പ്രാർത്ഥനയുടെ രീതികളിലെല്ലാം ഇതിൽ അവസാനിക്കുന്നതൊന്നെങ്കിൽ ഈ രീതിയിലാണ്. ഒന്നെങ്കിൽ ആരാധിക്കുന്നു, അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണെന്നുള്ളത് ആദ്യമേ ഏറ്റു പറയണം എൻ്റെ പ്രാർത്ഥനയിൽ. എന്നിട്ടാണ് പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. സോളമൻ, ദൈവത്തെക്കുറിച്ച് സോളമന് കിട്ടിയ ജ്ഞാനമെന്ത്? അതാണ് സോളമൻ ആദ്യം പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇതാണ് പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട കൃപയാണ് വിശ്വാസത്തിൻ്റെ വരം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വിശുദ്ധ പത്രോസ് വിശ്വാസ പ്രഖ്യാപനമാണ് ചെയ്യുന്നത്. പ്രഖ്യാപിച്ചു, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രഖ്യാപനമാണ്. ഇങ്ങനെ നമ്മൾ പ്രഖ്യാപിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് ദൈവം, ഇതാണ്. അവിടെ അടിവരയിട്ട് അത് എന്താ പറയുക, അങ്ങനെ തന്നെയാണ് സ്ഥാപിക്കുക. ഇവിടെ തന്നെ ഈ പ്രഖ്യാപനത്തിൽ തന്നെ ഉള്ളിലുള്ള കെട്ട് അഴിയപ്പെട്ടിട്ടുണ്ടാവും. ഹല്ലേലൂയ. ഈ പ്രഖ്യാപനത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കെട്ടുകൾ അഴിയപ്പെട്ട് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അതാണ് പ്രാർത്ഥനയിൽ ഫസ്റ്റ് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ക്യാപ്ഷൻ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ പലപ്പോഴും കാരുണ്യവാനായ ദൈവമേ, സ്നേഹമായ ദൈവമേ, ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്ന ദൈവമേ, അനന്ത നന്മ സ്വരൂപനായ ദൈവമേ, ഇങ്ങനെ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഓരോ ക്യാപ്ഷനുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, അതിനേക്കാൾ ഞാൻ പറയട്ടെ, നമ്മൾ പ്രഖ്യാപിക്കുക, എൻ്റെ ഉള്ളിലുള്ള ദൈവം ഇതാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് മനുഷ്യരെ പരിപാലിച്ച് എന്നെ മഹത്വപ്പെടുന്ന ദൈവം, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എന്നെ കാത്ത് പരിപാലിക്കുന്ന ദൈവം, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന തരത്തിൽ കർത്താവിനെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സ്ഥാനത്തെ നമുക്ക് അടിവരയിട്ട് സ്ഥാപിക്കാൻ പറ്റണം. അങ്ങനെ സ്ഥാപിക്കുന്നിടത്ത്, പ്രഖ്യാപനം ചെയ്യുന്നിടത്ത് ഇത് ഉറപ്പിക്കുകയാണ്. ഒരു കോൺക്രീറ്റ് ഫില്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ബേസ്മെൻറ്റ് നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടുക. അവിടെ സാത്താന് പിന്നെ നിലനിൽപ്പില്ല. അവൻ ആദ്യം അവിടെ നിന്ന് ഇളകി തുടങ്ങും. കാരണം ഇത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഈ ഒരു അടിത്തറ സ്ഥാപിച്ചിട്ട് ഈ അടിത്തറയിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ട് സോളമൻ്റെ പ്രാർത്ഥന വരുന്നത്. പ്രാർത്ഥനയുടെ രീതി നിങ്ങൾ മനസ്സിലാക്കുക. സോളമൻ്റെ പ്രാർത്ഥന പിന്നെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് പിന്നെ അങ്ങോട്ട് തുടങ്ങുക. പ്രിയമുള്ളവരെ, ഇതായിരിക്കണം ഒരു ശുശ്രൂഷകൻ്റെ പ്രാർത്ഥന. ഇതുവരെ നീ പ്രാർത്ഥിച്ചതും ഇതുവരെ നീ കണ്ടതും നീ അനുഭവിച്ചറിഞ്ഞതും എന്താണോ, എന്ത് കിട്ടി, ഇത്രയും വർഷത്തിനുള്ളിൽ എന്ത് കിട്ടി, നിൻ്റെ പേഴ്സണൽ പ്രയറിൽ ആ കിട്ടിയതെന്താണോ ആ സത്ത ഏറ്റു പറഞ്ഞിട്ടേ പ്രാർത്ഥനകൾ ആരംഭിക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. ഇത്രയും നാൾ കൊണ്ട് നീ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ, ദൈവത്തെ, ത്രിയേക ദൈവത്തെ എന്തനുഭവിച്ചറിഞ്ഞുവോ അത് നീ ഏറ്റു പറയണം. ഇതാണ് ക്രിസ്തു എന്ന് അടിവരയിട്ട് നീ സമർത്ഥിക്കണം. അതിനുശേഷമാണ് നീ പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. ഇപ്രകാരം തുടങ്ങിയ പ്രാർത്ഥന അത് ഒത്തിരിയുണ്ട്, ഞാനതിലേക്ക് പോകുന്നില്ല, വായിക്കാനാണെങ്കിൽ ഒത്തിരിയുണ്ടത്. ഇപ്രകാരം തുടങ്ങിയ പ്രാർത്ഥനയിൽ ഇതിൽ എഴുതി വച്ചിരിക്കുന്നു,
അങ്ങയെപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല. എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അധരം കൊണ്ട് ചെയ്ത വാഗ്ദാനം എന്ന് കരം കൊണ്ട് പൂർത്തീകരിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് നീ എൻ്റെ മുൻപിൽ വ്യാപരിച്ചതുപോലെ നിൻ്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ നിനക്ക് ഒരവകാശി എൻ്റെ മുൻപിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിച്ചാലും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത്തരത്തിൽ ഈ പ്രാർത്ഥനകൾ ആരംഭിക്കുക. നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മിലുള്ള നിരവധിയായിട്ടുള്ള കെട്ടുകൾ അഴിയപ്പെടും. കാരണം ഇത് വചനമാണ്. ജ്ഞാനം കൊടുത്ത ദൈവം കൊടുത്ത ജ്ഞാനം ഉപയോഗിച്ച് ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാ സോളമൻ. ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തന്നെ. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നുണ്ട്. നമുക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ട്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് നമ്മളൊരു പ്രാർത്ഥന നമുക്ക് വേണ്ടി ഫോം ചെയ്തിട്ടുണ്ടാകണം. നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടാകണം. നമുക്ക് തലമുറകളായിട്ട് കിട്ടി വന്ന കുറേ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ കുറേ പ്രാർത്ഥനകളുടെ കുറേ ഒരു പാക്കേജ് നമ്മുടെ കയ്യിലുണ്ട്. അതിരിക്കട്ടെ, അത് വേണ്ടെന്നല്ല. എങ്കിലും എനിക്ക് എൻ്റെ ജീവിതം ഞാൻ എന്താണെന്നുള്ളത് എനിക്കേ അറിയൂ, വേറൊരു മനുഷ്യനറിയത്തില്ല. നമ്മൾക്ക് എല്ലാവർക്കും ആ വ്യക്തിത്വം എന്താണെന്നുള്ളത് അറിയാവുന്ന നമ്മൾ നമുക്ക് വേണ്ടി അനുദിനം ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയെ ജ്ഞാനത്താൽ നിങ്ങൾ ചിട്ടപ്പെടുത്തണം. നിങ്ങൾ ചിട്ടപ്പെടുത്തി ആ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങേണ്ടത്. നിങ്ങൾക്ക് എല്ലായിടത്തും 100 പേര് നിങ്ങൾക്ക് പ്രാർത്ഥന പറഞ്ഞു തന്നാലും നിങ്ങളുടെ ആത്മാവിൽ പ്രേരിതമായി നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനയോളം മറ്റൊന്നും വരില്ല. നിങ്ങളുടെ ആത്മാവിൽ പ്രേരിതമായി നിങ്ങളുടെ ആത്മാവ് ദൈവത്തോട് സംസാരിച്ച് നിങ്ങൾക്ക് ദൈവം ചിട്ടപ്പെടുത്തി തരുന്നൊരു പ്രാർത്ഥന എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ അനുദിന പ്രാർത്ഥനകളിലേക്കും മറ്റ് പ്രവർത്തനങ്ങളിലേക്കും നിങ്ങൾ ഇറങ്ങേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്രകാരം ഈ പ്രാർത്ഥനയിലൂടെ സോളമന് കിട്ടിയ ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമുക്കറിയാം. സോളമന് കിട്ടിയ ജ്ഞാനത്തിൻ്റെ അഭിഷേകം എന്താണെന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. ഇതുപോലെ ഒരു ജ്ഞാനം, സോളമൻ ആഗ്രഹിച്ചതുപോലൊരു ജ്ഞാനം, സോളമന് ലഭിച്ചതുപോലൊരു ജ്ഞാനം. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളതിൻ്റെ പകർപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, സോളമന് നീ കൊടുത്ത ജ്ഞാനവരങ്ങളുടെ അഭിഷേകത്തിൻ്റെ പകർപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ ജ്ഞാനത്തിൻ്റെ വരം എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയമാണ്. ദിവ്യജ്ഞാനമാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് തന്നെ ജ്ഞാനമായവളാണ് അവൾ. ഈ ജ്ഞാനത്തെ സ്വീകരിക്കുന്ന നമ്മൾ പരിശുദ്ധമയെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ജ്ഞാനം സ്വീകരിച്ച് ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിട്ടപ്പെടുത്തുന്ന പ്രാർത്ഥന അമ്മ നമുക്ക് ഫോം ചെയ്തു തരും. ഈ പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് വേണം പ്രിയമുള്ളവരെ ഒരു ദിവസം ആരംഭിക്കാൻ. ഈ ആരംഭിച്ച ഒരു ദിവസത്തെ നിങ്ങൾ നോക്കിക്കോ, അതുവരെ ഉണ്ടായിരുന്ന ദിവസത്തിൽ നിന്ന് മൊത്തത്തിലൊന്ന് മാറി നിങ്ങളുടേതായിട്ടുള്ളൊരു ദിവസം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ബാക്കിയുള്ള പ്രാർത്ഥനകളിലെല്ലാം സഭ നമുക്ക് തരുന്ന ദണ്ഡവിമോചനങ്ങളുണ്ട്. ഭാഗിക ദണ്ഡവിമോചനങ്ങളും പൂർണ്ണ ദണ്ഡവിമോചനങ്ങളും. മിക്കവാറും പ്രാർത്ഥനകളിൽ നമ്മൾക്ക് സഭ തന്ന പ്രാർത്ഥനകളിൽ എല്ലാം ഈ ദണ്ഡവിമോചനങ്ങളുടെ ഒരു പാക്കേജ് ഉണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനകൾ നമ്മൾ ദിവസവും ചെല്ലുന്നത് വഴി ഈ ദണ്ഡവിമോചനങ്ങൾ പ്രാർത്ഥിച്ചാണ് ഒരു ദിവസം നമ്മൾ പ്രാപിച്ചാണ് നമ്മൾ പോകുന്നത്. ഈ ദണ്ഡവിമോചനങ്ങൾ പ്രാപിച്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുമ്പസാരത്തിൽ പാപമോചനം കിട്ടി, പാപകടങ്ങളിൽ നിന്ന് ഇളവ് കിട്ടാത്തിടത്ത് ദണ്ഡവിമോചനങ്ങളുടെ ഈ പ്രാർത്ഥന വഴി പാപകടങ്ങളിൽ നിന്ന് നമുക്ക് പൊറുതി കിട്ടുകയും നമ്മുടെ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില മേഖലകൾ അഴിയപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ പറ്റണം. പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പറ്റണമെങ്കിൽ എൻ്റേതായിട്ടുള്ളത് ദൈവത്തിന് കൊടുക്കാൻ പറ്റണം. എൻ്റേതായിട്ടുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് എൻ്റെ വിഹിതമാണ്. മൊത്തത്തിൽ എല്ലാവരിൽ നിന്ന് കിട്ടിയതിൻ്റെ കയ്യിലല്ലേ, ഞാൻ എന്താണോ, എൻ്റെ ആത്മസ്ഥിതി എന്താണോ അത് ഞാൻ നിനക്ക് തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ പാപത്തിൻ്റെ മേഖലകൾ നമ്മളതിൽ കാണിച്ചിട്ടുണ്ടാകണം. ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമ്മളതിൽ കാണിച്ചിട്ടുണ്ടാകണം. ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ തലമുറകളുടെ വിശുദ്ധീകരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടാകണം. ഇങ്ങനെ 4-5 മേഖലകൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഒന്നിച്ച് സംയോജിച്ചിട്ടുണ്ടാകണം. അങ്ങനെ നിങ്ങളിൽ തന്നെ സ്വയം ഒരു പ്രയർ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിട്ടപ്പെടുത്തിയെടുത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ആരോടും ചോദിക്കരുത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാർത്ഥന പറഞ്ഞു തരുമോ ചോദിച്ചാൽ പറഞ്ഞു തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് ആരോടും നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ തന്നെ സ്വയം ചിട്ടപ്പെടുത്തണം.
അത് നിങ്ങളുടെ ആത്മാവായിരിക്കും ആ പ്രാർത്ഥന ചിട്ടപ്പെടുത്തുന്നത്. പരിശുദ്ധ കുർബാന കൂടി ജപമാല പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങി നിങ്ങൾ ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനവും ജപമാലയും എടുത്തു വെച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ട്, കർത്താവെ എനിക്ക് നിന്നോട് പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി നീ ഒരുക്കിയ പ്രാർത്ഥന എനിക്ക് നീ വെളിപ്പെടുത്തി തരണമെന്ന് സ്വയം പ്രാർത്ഥിച്ച് നിങ്ങളൊരു പ്രാർത്ഥന ചിട്ടപ്പെടുത്തുക. ഈ പ്രാർത്ഥന നിങ്ങൾ വായിക്കും തോറും നിങ്ങൾക്ക് അതിനകത്തുള്ള മനോഹാരിത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പാപങ്ങളുടെ അവസ്ഥ, നിങ്ങൾ കൂടുതൽ ചെയ്യുന്ന പാപാവസ്ഥ അതിൻ്റെ അകത്ത് ഉണ്ടാവണം. രണ്ടാമത്തേത്, നിങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം എന്താണെന്നുള്ളൊരു പ്രഖ്യാപനം അതിനകത്തുണ്ടാകണം. 3, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച് അതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകണം. 4, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ അനുസ്മരിച്ചിട്ടുണ്ടാകണം. ഇങ്ങനെ 4 കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾച്ചേർന്നുകൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുമെങ്കിൽ നിങ്ങൾ തന്നെ ചിട്ടപ്പെടുത്തിയ പ്രാർത്ഥന, നിങ്ങൾ മരിച്ചാലും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തും പ്രിയപ്പെട്ടവരെ. കാരണം ആത്മാവ് സ്വയം പ്രേരിതമായി ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ആത്മവിശുദ്ധീകരണത്തിലേക്കേ എത്തുള്ളൂ. ആത്മാവിൽ സ്വയം പ്രേരിതമായി നമ്മൾ ചിട്ടപ്പെടുത്തുന്ന പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിലേക്കാണ് വരവ് വരുന്നത്. നമ്മൾക്കുള്ള പ്രശ്നങ്ങളുടെയും കെട്ടുകളുടെയും എല്ലാം അവസ്ഥയ്ക്ക് കാരണം നമ്മുടെ ആത്മവിശുദ്ധീകരണം സാധ്യമാവാത്തതാണ്. ആത്മവിശുദ്ധീകരണം സാധ്യമാവുന്നിടത്ത് ചില കെട്ടുകൾ അഴിയപ്പെടും. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രാർത്ഥന നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക. സോളമൻ്റെ ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞില്ല, 30-ാമത്തെ വാക്യം വരെയുള്ള ഈ പ്രാർത്ഥന നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ ചൊല്ലുക. വീണ്ടും 11-ാമത്തെ അധ്യായം. സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ച് സോളമൻ്റെ പതനത്തിലേക്ക് പോവുകയാണ്. ഇത്രയേറെ ജ്ഞാനവും ഇത്രയേറെ അഭിഷേകവും സകല ആധിപത്യവും കൊടുത്ത വ്യക്തിയിലാണ് അടുത്ത തലം വരുന്നത്. അതായത് ക്ഷണിച്ചു വരുത്തുന്നത്. എത്രയേറെ നിങ്ങൾ പ്രാർത്ഥനയുണ്ടോ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ പ്രാർത്ഥനയെ തട്ടിമറിക്കുന്ന രീതിയിലുള്ള ചില ഘടകങ്ങളെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തി നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ നിർത്തി കൊടുത്തിട്ടുണ്ടാകും. എത്രയേറെ പ്രാർത്ഥനാഭിഷേകമുള്ള വ്യക്തിയാണോ അതനുസരിച്ച് തന്നെ ആ വ്യക്തി തന്നെ സ്വയം പ്രാർത്ഥനയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഘടകങ്ങളെയും മനസ്സിലോ ഹൃദയത്തിലോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും. ഉറപ്പാണ്. സോളമന് കൊടുത്ത ജ്ഞാനം ദൈവം നേരിട്ട് ദർശനത്തിലൂടെ സംസാരിച്ചതാണ്. സോളമനോട് നേരിട്ട് പറഞ്ഞു, നീ എന്നോട് ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി ശത്രുസംഹാരമോ മറ്റൊന്നും നീ ആവശ്യപ്പെട്ടില്ല, ജ്ഞാനമായി ചോദിച്ചത്, അതുകൊണ്ട് നീ ചോദിക്കാത്തത് കൂടെ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് സമ്പത്തും കൊടുത്തു. ഇങ്ങനെ ദൈവം നേരിട്ട് സംസാരിച്ച സോളമന് ഒരു അധപ്പതനം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ശുശ്രൂഷ എന്ന് പറയുന്നത് ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവസ്ഥയാണെന്ന് വിചാരിക്കരുത്. ശുശ്രൂഷയിൽ നിൽക്കുന്നതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്. ശുശ്രൂഷ പരിശുദ്ധാത്മാവ് വരങ്ങൾ നൽകി, ശുശ്രൂഷ വരം നൽകി നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് പിന്നെ നമ്മളുടെ ഡ്യൂട്ടിയാണ്. ദൈവം തൻ്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തു, നിനക്ക് വരം തന്നു, നിന്നെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വിളിച്ചു, നീ ഇപ്പോൾ ശുശ്രൂഷയിലാണ്. ഈ വരത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ. നിലനിൽക്കുക എന്ന് പറയുന്നത്, നിലനിൽക്കാനായിട്ട് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കുറഞ്ഞു പോകാതെ, അതിൻ്റെ മാറ്റു കുറയാതെ അതിനെ സൂക്ഷിക്കണം. ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ തലം കുറഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് ദൈവമല്ല തരുന്നത്. നിലനിൽപ്പിനൊരു വരമുണ്ട്. നിലനിൽപ്പിൻ്റെ വരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നിലനിൽപ്പിൻ്റെ വരം എന്ന് പറയുന്നത് എന്താ? ഞാൻ ആയിരിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തിൽ സ്ഥായിയായി നിലനിൽക്കാനുള്ള വരം എങ്ങനെയാണ് കിട്ടുന്നത്? ഈ വരത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ വരം എന്ന് പറയുന്നത് പാപത്തെ ഉപേക്ഷിക്കാനും ലോകത്തെ ഉപേക്ഷിക്കാനുമുള്ള വരമാണ് ശരിക്കും. അത് നിലനിൽപ്പിൻ്റെ വരം പ്രാർത്ഥനയിൽ നിലനിൽക്കാനുള്ളതാണെന്നാണ് നമ്മുടെ വിചാരം. അല്ല, നിലനിൽപ്പിൻ്റെ വരം ചോദിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ നടക്കുന്നത് പാപത്തെ ഉപേക്ഷിക്കാനും ലോക അരൂപിയെ ചെറുക്കാനുമുള്ള വരമാണ്. ലോകാരൂപിയെ ചെറുക്കുക, പാപത്തെ ഉപേക്ഷിക്കുക, ഇത് രണ്ടും നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നേ പറ്റും. നിലനിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ നിലനിൽപ്പ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മളുടെ പ്രാർത്ഥനയുടെ തലമനുസരിച്ചാണ്. പ്രാർത്ഥനയുടെ തലമനുസരിച്ചാണ്. ഇവിടെ പറയുന്നു, ഫറവോയുടെ മകളെയും മൊവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ,
സിദോന്യർ, ഹിത്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു. നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. അവർ നിങ്ങളെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുമെന്ന് അവരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നു. സോളമനാകട്ടെ അവരെ ഗാഢമായി പ്രേമിച്ചു. അവന് രാജ്ഞി സ്ഥാനമുള്ള 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു. അവർ അവൻ്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു. സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നതുപോലെ അവൻ അവിടത്തോട് പരിപൂർണ വിശ്വസ്തത പാലിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് സോളമനിൽ. നമ്മൾ ആദ്യം സോളമൻ്റെ പ്രാർത്ഥന കേട്ട് സോളമൻ ദൈവത്തെ എങ്ങനെ കാണുന്നു, പിതാവായ ദൈവത്തെ എങ്ങനെയാണ് സോളമൻ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്, അതിന് നേരെ എതിരായി പിതാവിനോട് ദൈവം കൽപ്പിച്ച വാഗ്ദാനത്തിൽ നിന്ന് വ്യതിചലിച്ച് കർത്താവിനോടുണ്ടായ വിശ്വസ്തതയിൽ നിന്ന് താഴേക്ക് സോളമൻ വന്നത് എവിടെ വെച്ചാ, ഏത് അരൂപിയാണ് സോളമനെ കീഴടക്കിയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ? വ്യഭിചാര ദുർഭൂതത്തിൻ്റെ അരൂപിയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, അലസതയുടെയും ഭോഷത്വത്തിൻ്റെ അരൂപി, നമ്മളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ കെട്ട് ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് കൊണ്ടുതരുന്ന അരൂപി, നമ്മളിൽ സെക്ഷൽ തോട്ട്സ് തന്ന് നമ്മളെ മറ്റു പല വിഗ്രഹങ്ങളിലേക്കും നയിക്കുന്ന അരൂപി, നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന അരൂപിയാണ്. ഈ ഒരു അരൂപിയാണ് സോളമനെ കീഴടക്കി സോളമനിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ കുറയ്ക്കാൻ സോളമനിൽ ഇടവരുത്തിയ അരൂപി. ഇതുപോലെ നമ്മളിലും ഒരു അഭിഷേകം നമ്മളിൽ നിറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൃപ നമ്മളിൽ നിറയുന്നതിന് മുൻപ് സഹനത്തിൻ്റെ അഭിഷേകം, സഹനത്തിൻ്റെ അഭിഷേകത്തിൽ നിന്ന് നമ്മൾ ഒരു തീരത്തേക്ക് എത്തുന്നതാണ് വരങ്ങളിലേക്ക്. വരങ്ങളിലോടോ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഒരു അനുഗ്രഹം, അതായത് നമ്മുടെ ഒരു കാര്യസാധ്യം. ഇത്രയും കിട്ടുമ്പോൾ വരങ്ങൾ നമ്മിൽ ക്രെഡിറ്റ് ആകുന്നതിനോടൊപ്പം നമ്മളിൽ ക്രെഡിറ്റ് ആകുന്ന സാത്താൻ ഇട്ട് തരുന്ന മറ്റൊരു സ്പിരിറ്റ് ഉണ്ടാകും. ഒരു തിന്മയുടെ പാപത്തിലേക്കുള്ള ഒരു ചായ്വും ആ ദിവസം തന്നെ നമുക്ക് കിട്ടും. ഹല്ലേലൂയ. വിളിയിലേക്ക് കടന്നു വന്ന, ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും എടുത്തു നോക്കിക്കോ, അവരെല്ലാവരിലും ഒരു പാപത്തിൻ്റെ മേഖല ഉണ്ടെന്നുള്ളത് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുന്നിടത്ത് ഇവിടെ കൃപ ഇരട്ടിയായിട്ട് വർദ്ധിക്കും. എവിടെയെല്ലാം പാപത്തിൻ്റെ മേഖല ഇല്ലാതായി പോകുന്നുവോ അവിടെ ശുശ്രൂഷയിൽ അഭിഷേകം കൂടുകയല്ല കുറയുകയാണ് ചെയ്യുന്നത്. ശുശ്രൂഷയിൽ അഭിഷേകം കൂടുകയല്ല കുറയുകയാണ് ചെയ്യുന്നത്. പാപത്തിൻ്റെ മേഖലയാണ് പ്രിയപ്പെട്ടവരുണ്ട്. ഈ നമ്മളിലുള്ള പാപത്തിൻ്റെ മേഖലകളെ ചെറുക്കുന്നിടത്ത് അഭിഷേകം ഇരട്ടിയാകുവാൻ ആ ചെറുക്കലിനെ ദൈവം പ്രാർത്ഥനയായി സ്വീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തെ ചെറുക്കുന്നതിനെ ദൈവം പ്രാർത്ഥനയായി നമ്മിൽ നിന്ന് സ്വീകരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃപ നമുക്ക് ലഭിക്കുമ്പോൾ, വരങ്ങൾ ലഭിക്കുമ്പോൾ, വരങ്ങളോടൊപ്പം സാത്താൻ ഈ വരങ്ങളെ നിർവീര്യമാക്കാനുള്ളൊരു സംഭവം കൂടെ നമ്മിലിട്ടിട്ടുണ്ട്. അഹങ്കാരമായിരിക്കാം, അസൂയയായിരിക്കാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ദുർഗുണങ്ങൾ, മൂലപാപങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കാം, ജഡിക പാപങ്ങളായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും നമ്മളിലുള്ള കൃപയെ നശിപ്പിക്കുന്ന ഒരു കള നമ്മളുടെ കൃപകളോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ സ്ഥാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കൃപയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടി കൂടെ അധ്വാനിക്കണം. അതാണ് ഈ പറയുന്ന പാപത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അഭിഷേകം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. പാപത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ശരീരത്തിന് എപ്പോഴും ഒരു മുള്ള് നിങ്ങൾ അനുവദിക്കണം. പാപത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മുടെ ശരീരത്തിലൊരു മുള്ളിനെ നിങ്ങൾ അനുവദിക്കണം എല്ലാ ദിവസവും. ഈ മുള്ള് ഏതെങ്കിലും ഒരു സഹനം ദിവസവും നിങ്ങളിലുള്ള പാപത്തിൻ്റെ മേഖലകളെ ചെറുക്കാൻ ഏതെങ്കിലും ഒരു സഹനം നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു കുഞ്ഞ് സഹനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നിടത്ത് ഈ മുള്ളിൻ്റെ മുനയൊടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമ്മൾ ചില ടെംപ്റ്റേഷൻ, ചില പാപ മേഖലകൾ, ചില സ്വഭാവ വൈകല്യങ്ങൾ നമുക്ക് വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ചതിനെ ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്താണ് സഹനങ്ങൾ കൃപയായിട്ട് മാറ്റപ്പെടുന്നത്. സകല വിശുദ്ധരുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയോ, അവരിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ട് അവരുടെ ശരീരത്തെ തോൽപ്പിച്ച് പാപത്തെ ഒഴിവാക്കാറുണ്ട്.
നമ്മൾക്ക് ശരീരത്തെ മുറിവേൽപ്പിക്കാൻ ഞാൻ പറയുന്നില്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു നേരത്തെ ഭക്ഷണം നിങ്ങളൊന്ന് ഉപേക്ഷിച്ചാൽ മതി. ഏറ്റവും കുറഞ്ഞ പക്ഷം ആ ഒരു ഭക്ഷണം ഒരു നേരത്തെ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അത് പ്രാർത്ഥനയായിട്ട് ദൈവത്തിന് കൊടുക്കുക. നമ്മൾ എന്ത് ഉപേക്ഷിക്കുന്നുവോ അത് ദൈവത്തിനുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തെ പ്രതി ഉപേക്ഷിക്കുന്നതെല്ലാം ദൈവത്തിനുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തെ പ്രതി നിങ്ങൾക്ക് എന്തെല്ലാം ഉപേക്ഷിക്കാൻ പറ്റും, അത് ദൈവത്തിനുള്ള പ്രാർത്ഥനയാണ്. ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റും, ചില ശീലങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റും, ചില വാശി ഉപേക്ഷിക്കാൻ പറ്റും, ചില തീരുമാനങ്ങൾ, ദൈവം തരാത്ത ചില തീരുമാനങ്ങൾ ദൈവത്തെ പ്രതി ഞാനത് വേണ്ടെന്ന് വയ്ക്കാം. ഇതെല്ലാം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന പ്രാർത്ഥനകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകളിലെല്ലാം ദൈവം സംപ്രീതനാകും. ഈ പ്രാർത്ഥനകളിലെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സംപ്രീതനാകും. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് സംപ്രീതനാകുന്നത്? അവൻ ശരീരത്തിൽ സഹിച്ച് ലോകത്തെ നേടിയെടുത്തതുപോലെ നമ്മളും ശരീരത്തിൽ സഹിച്ചാൽ അവനെ നേടിയെടുക്കാം. ക്രിസ്തു ശരീരത്തിൽ പീഡ സഹിച്ച് ആത്മാക്കളെ നേടി. ഞാനും നിങ്ങളും ശരീരത്തിൽ പീഡ സഹിച്ച് ക്രിസ്തുവിനെ നടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു സ്വന്തം ശരീരത്തിൽ പീഡനമേറ്റ് ആത്മാക്കളെ നേടുന്നത് പോലെ ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തെ തോൽപ്പിച്ച് പീഡ സഹിച്ച് ക്രിസ്തുവിനെ നേടണം. ക്രിസ്തുവിനെ നേടണം, ക്രിസ്തുവിനെ നേടണം. അങ്ങനെ നമുക്ക് നേടാൻ പറ്റുന്നിടത്ത് ക്രിസ്തു നമ്മളിൽ രൂപപ്പെടും. അങ്ങനെ നമുക്ക് നേടാൻ പറ്റണം. അതാണ് ചില ഉറക്കം. ഇപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നുണ്ട്, ഒത്തിരി പേരോട് ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, ക്ലിയറായിട്ട് കാണാം. അപ്പോൾ ഈ ഉറങ്ങുന്ന ഉറക്കം ഇപ്പോൾ നിങ്ങൾ ക്ഷീണം കൊണ്ടാണെന്ന് പറയും. 2 ദിവസത്തേക്കുള്ള ക്ഷീണം പോലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റാതെ നിങ്ങൾ ഉറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ശരീരത്തെ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ശരീരത്തെ വെറുക്കാത്തവന് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റില്ല. ശരീരത്തെ വെറുക്കുന്നവർക്കേ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ശരീരത്തെ സ്നേഹിക്കുന്നു, ക്രിസ്തുവിനെ വെറുക്കുന്നു. അതുകൊണ്ട് വചനം കേൾക്കുന്നില്ല, ഉറക്കത്തെ തലോലിക്കാം. എന്താണ് നമ്മിൽ രൂപപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ശരീരത്തെ ചെറുത്ത് തോൽപ്പിക്കണേ പ്രിയപ്പെട്ടവരെ. ശരീരത്തിൻ്റെ കെട്ടുകൾ അഴിക്കണം. രാത്രിയിൽ 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ ശരീരത്തിന് നല്ലതല്ല എന്ന് പറയുന്നിടത്ത് 3 മണിക്കൂറിൽ ഉറക്കം തീർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ 3 മണിക്കൂറാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതിപ്പോൾ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ മണിക്കൂറുകൾ ഉറക്കം കുറച്ച് പ്രിയപ്പെട്ടവരെ ആ സമയം പ്രാർത്ഥനയ്ക്ക് വിട്ടുകൊടുക്കുന്നിടത്ത് അഭിഷേകത്തിൻ്റെ തലം മാറും. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവല്ലാതെ മറ്റാരും അറിയാനും പാടില്ല. ഇത് ചെയ്യുന്ന സമയത്ത് ദൈവം ഇത് കാണുകയും നിങ്ങളെ ദൈവം വിളിച്ചുകൊണ്ട് പോയിക്കോളും. പല ദേശങ്ങളിലേക്ക്, പല രാജ്യങ്ങളിലേക്ക്, പല ദിക്കുകളിലേക്ക് കർത്താവ് കൊണ്ടുപോകും. രാത്രിയിൽ ഉറക്കമുണർന്ന് ശുശ്രൂഷകൻ പ്രാർത്ഥിച്ചാലുള്ള ഗുണം, അന്ധകാര ശക്തികൾക്ക് മേൽ അവന് ദൈവം അധികാരം കൊടുക്കും. രാത്രിയിലാണ് അന്ധകാര ശക്തികൾ, അന്ധകാരം ആയിക്കഴിയുമ്പോൾ വ്യാപരിക്കുന്ന ശക്തികൾ അന്ധകാരത്തിലാണ്. ഉറക്കമുണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന അഭിഷേകം അന്ധകാര ശക്തികൾക്ക് മേലുള്ള അധികാരമാണ്. അങ്ങനെ നമ്മൾ ആ അധികാരം ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഉറക്കമുണർന്നിരിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ആ അധികാരം ഓൾറെഡി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും, നിങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. ആ അധികാരം വെച്ച് നിങ്ങൾക്ക് ആ അധികാരത്തിൻ്റെ തോതൊരു ലെവലെത്തുമ്പോൾ ഈശോ നിങ്ങളെ അടുത്ത സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ആ അധികാരം ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നിങ്ങളെയും കൊണ്ടുപോകും. ചില സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം തീർക്കാൻ ഇന്നയാൾ ഇവിടെ റെഡിയായിട്ടിരിപ്പുണ്ട് എന്ന് തമ്പുരാൻ അറിയാം, കൊണ്ടുപോകും. അവിടെ നമ്മളെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശുശ്രൂഷയുടെ തലം, ഇതാണ് ശുശ്രൂഷയുടെ തലം. ചിലയിടത്ത് നമ്മൾക്ക് ആവശ്യം ഉപവസിച്ച് പ്രാർത്ഥിക്കലാണ്. ഭക്ഷണം കഴിക്കരുത്. എല്ലാ നേരവുമല്ല ഞാൻ പറയുന്നത്. ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് ആ ഒരു നേരത്തെ സമയം പ്രാർത്ഥിക്കാൻ നിങ്ങൾ കൊടുക്കുക. സ്പിരിച്വൽ ഫുഡ് മാത്രം എടുക്കുക, ആത്മീയ ഭക്ഷണം മാത്രം കഴിച്ച് ശാരീരിക ഭക്ഷണത്തെ ഒഴിവാക്കുക. ഇതും ദൈവം മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരും അറിയണ്ട. കൊട്ടിഘോഷിക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനകളെ. കൊട്ടിഘോഷിക്കുന്നിടത്ത് അത് കെട്ടുപോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളും ദൈവം അല്ലാതെ മറ്റാരും അറിയരുത്. നിങ്ങളും ദൈവം അല്ലാതെ മറ്റാരും അറിയരുത്. ഞാനിപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഇനി എനിക്ക് അടുത്ത പ്രാർത്ഥന കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊട്ടിഘോഷിച്ച് നടക്കരുത്. പിന്നെ എൻ്റെ പണി ഏതായതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വന്ന വഴി പറഞ്ഞു തരാം. ഉറക്കാറില്ലായിരുന്നു ഈശോ, ഉറക്കാറില്ല. രാത്രി എഴുന്നേൽപ്പിച്ചിരുത്തും. ഉറങ്ങുമ്പോൾ ശരീരം വേദന, എഴുന്നേറ്റിരുന്ന് നല്ല ആരോഗ്യം. അങ്ങനെയായി. നമുക്ക് ഉറങ്ങുമ്പോൾ റെസ്റ്റ് കിട്ടുന്നത് എഴുന്നേറ്റിരുന്ന് നല്ല റെസ്റ്റ് കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് ശരീരത്തെ കർത്താവ് പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കും.
ഉറങ്ങുമ്പോൾ ശരീരത്തിന് ബുദ്ധിമുട്ടും, ഉണർന്നിരിക്കുമ്പോൾ ശരീരത്തിന് ആരോഗ്യവും എന്നുള്ള അവസ്ഥയിലേക്ക് മാറും. ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് രോഗവും, പട്ടിണി കിടന്നാൽ ശരീരത്തിന് ആരോഗ്യവും എന്നുള്ള അവസ്ഥയിലേക്ക് ശരീരം മാറിത്തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ മനസ്സിലായി ശുശ്രൂഷയ്ക്ക് ആവശ്യം ഭക്ഷണവും ഉറക്കവുമല്ല, പട്ടിണിയും പരിവട്ടവുമാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൃപ പെരുകും. പക്ഷെ കൃപയ്ക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ഓക്കെ, ദാറ്റ്സ് ഓൾ. ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതല്ലാതെ ഞാൻ ഉപവസിച്ചിട്ട് ഇപ്പോൾ തന്നെ ഞാനെല്ലാം ശരിയാ, അതല്ല. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ബാക്കി നിങ്ങൾ വലിയ മോഹങ്ങളൊന്നും വേണം. ഉപവസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ശാന്തതയിൽ നിങ്ങൾ ശാന്തതയിൽ ഇത് ചെയ്യുമ്പോൾ ഉള്ളിൽ ശാന്തത ആയിരിക്കില്ല, ഉള്ളിൽ ഇതിങ്ങനെ എരിഞ്ഞു തുടങ്ങും. ഒരു പ്ലാന്റായത് നമ്മൾ വിശക്കുമ്പോൾ നമ്മുടെ വയറിണന്ന് എരിയുന്നത് പോലെ ഇത് സംഭവം പരിശുദ്ധാത്മാവിനൊരു തീ ഉള്ളിൽ ഫോം ചെയ്യുന്നൊരു തലമുണ്ട് പ്രിയപ്പെട്ടവർ. ഈ തലം ഇതിങ്ങനെ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് ഇങ്ങനെ വന്ന് അതിൻ്റെ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കരങ്ങൾക്ക് ചൂട് പിടിക്കും. ആദ്യത്തെ അനുഭവം എനിക്കതായിരുന്നു. കരങ്ങളിങ്ങനെ വെന്തുരുകുന്ന ഫീലായിരിക്കും. കൈ ചുട്ടുപൊള്ളും, നമ്മുടെ കൈ ചുട്ടുപൊള്ളും. നമ്മുടെ കണ്ണുകൾ എന്താ പറയുക, കണ്ണുകൾ ഷാർപ്പായി തുടങ്ങും. കണ്ണുകൾ ഷാർപ്പാവും, നമ്മുടെ നോട്ടം മാറും, നമ്മൾ നോക്കുന്ന രീതി മാറും. നമ്മൾ പലതും കാണും, കണ്ണടയ്ക്കാതെ പലതും കാണാൻ പറ്റും. ഇപ്പോൾ കാണുന്ന പോലെ പലതും കാണാൻ പറ്റും. പലതും കണ്ണടക്കണ്ട നമുക്ക്. ആ രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ കർത്താവ് പ്രോഗ്രാം ചെയ്യും. ശരീരത്തെ തോൽപ്പിച്ചാൽ, നിങ്ങൾ എന്തിനെ തോൽപ്പിക്കുന്നുവോ അതിൽ നിങ്ങൾക്ക് അഭിഷേകം തരും. ഹല്ലേലൂയ. ശരീരത്തെ നീ തോൽപ്പിച്ചാൽ നിൻ്റെ ശരീരത്തിലേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു വരും. ആത്മാവിൽ ഓൾറെഡി ഉണ്ട്. ശരീരത്തെ തോൽപ്പിക്കുക. നിങ്ങൾ ഇങ്ങനെ തോൽപ്പിക്കുന്നിടത്ത് കൃപ വരും. ഈ കൈയും നമ്മുടെ കണ്ണും ഷാർപ്പാകുന്നൊരു ടൈമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതിൽ നമ്മുടെ അഭിഷേകത്തിൻ്റെ തലം നമ്മൾ മാറും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ഇതാണ് സാത്താന് നമ്മളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു കാരിയർ ആവശ്യമുണ്ട്. അന്തരീക്ഷത്തിലൂടെ പറന്ന് വന്ന് കയറുന്നതല്ല അത്. ഒരു വിശ്വാസം നമ്മുടെ പെർമിഷനില്ലാതെ നമ്മുടെ ശരീരത്തിൽ കയറില്ല. കർത്താവ് പറഞ്ഞില്ല, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഇത് തന്നെയാണ് സാത്താനും. വാതിലിൽ മുട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ അവൻ പിൻവാതിലിലൂടെ തന്നെ അവൻ പ്രവേശിക്കും. ഞാൻ വെൽക്കം ചെയ്യാത്ത ഒരു പാപവും ഞാൻ ചെയ്യില്ല. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഒരു പാപവും നിങ്ങളിൽ പ്രവേശിക്കില്ല, നിങ്ങൾ വെൽക്കം ചെയ്തതല്ലാത്തത്. നിങ്ങൾ വെൽക്കം ചെയ്യാത്ത ഒരു പാപവും നിങ്ങളിൽ പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾ വെൽക്കം ചെയ്തിട്ടുണ്ട് എപ്പോഴൊക്കെയോ. ആ പാപം പിന്നീട് വരുമ്പോൾ നമ്മൾ പറയും ഞാൻ എന്ത് ചെയ്തിട്ടാണ്. പക്ഷേ നമ്മൾ ആ വെൽക്കം ചെയ്ത സിറ്റുവേഷൻ നമ്മൾ മറന്നുപോകും. ഒരു തവണ ഇത് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മളിൽ വസിക്കും. അപ്പോൾ ഈ ഒരു എരിച്ചിൽ, നമ്മൾ ഉപവാസം നിൽക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന. ഉപവസിക്കുമ്പോൾ നല്ല വിശപ്പായിരിക്കുമല്ലോ. ഒരു ദിവസം ഫുൾ ഉപവസിക്കുമ്പോൾ നമ്മുടെ വയർ ഇങ്ങനെ ഇപ്പോൾ കിട്ടിയ ഒരു ആനനെ പിടിച്ച് ഇടണമെന്നുള്ള വിശപ്പിൽ നിൽക്കുന്ന ആ ഒരു എരിച്ചിലില്ലേ, അതിനെ പ്രാർത്ഥനയായിട്ട് കൊടുക്കുക. അത് ഏറ്റവും ബെസ്റ്റ് പ്രയറാണ്. അതിനെ പ്രാർത്ഥനയായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഉപവസിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ ആ എരിച്ചിലിനെ പ്രാർത്ഥനയാക്കി കൊടുക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലൊരു ഷുഗർ രോഗി പറഞ്ഞു, ഹെറിഡിറ്ററിയാണ് ഷുഗർ, ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെയുണ്ട്, അപ്പനുണ്ട് അപ്പൂപ്പനുണ്ട്, ഇങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞു. ഈ പുള്ളിക്കാരത്തി വന്ന് ഷുഗറിൻ്റെ കാര്യം പറഞ്ഞിട്ട് എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാനുള്ള പറഞ്ഞാൽ മടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നോക്കി ഈശോ പറഞ്ഞു അവളോട് കഴിക്കുന്ന പഞ്ചസാര മധുരമുള്ളതെല്ലാം പ്രാർത്ഥിച്ച് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഷുഗറിന് മധുരം പാടില്ല. പക്ഷേ ഈശോ പറഞ്ഞത് മധുരം തന്നെ കഴിക്കണം, നീ അത് പ്രാർത്ഥിച്ച് കഴിക്കണം, മധുരം തന്നെ കഴിക്കണം, പ്രാർത്ഥിച്ച് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഇവളോട് പറഞ്ഞപ്പോൾ ഇവള് എല്ലാത്തിലും മധുരം കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത ഈ മകൾ എല്ലാത്തിലും ആഡ് ചെയ്യാൻ തുടങ്ങി. എല്ലാത്തിലും ഷുഗർ ആഡ് ചെയ്തിട്ട് അതിൽ ഹോളി വാട്ടർ ഇട്ടിട്ട് മാത്രം കഴിക്കുന്ന രീതിയിലേക്ക്. പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയ സംഭവമൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവളുടെ പ്രാർത്ഥന ഹോളി വാട്ടർ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാത്തിലും പ്രാർത്ഥനയോടുകൂടെ ഭക്ഷണം ചെല്ലാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഷുഗർ കംപ്ലീറ്റ്ലി നോർമലായി. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ശക്തികൾക്ക് നമ്മിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു കാരിയർ വേണം. ഈ കാരിയറാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു പരിധി വരെ സാധാരണ നമ്മളിലേക്ക് സ്വീകരിക്കുന്നൊരു കാരിയറാണ്. അതിൽ പലതും അടങ്ങിയിട്ടുണ്ട്. തിന്മയുടെ ശക്തികൾ പലതുമുണ്ട്. പ്രാർത്ഥിക്കാതെ ഒന്നും ശരീരത്തിൽ ധരിക്കാനോ ഭക്ഷിക്കാനോ പാടില്ല. പ്രാർത്ഥിക്കാതെ ഒന്നും ശരീരത്തിന് പുറമെയോ ശരീരത്തിനുള്ളിലേക്കോ പ്രവേശിക്കരുത്. പ്രാർത്ഥിക്കാതെ കാരിയറാണ്.
ഉറക്കം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പതിവായി കിടക്കുന്ന ബെഡ്, അതിൽ എത്ര തിന്മ നിരൂപിച്ച ബെഡാ അത്. എന്തൊക്കെ പാപങ്ങൾ നമ്മൾ അതിൽ കിടന്നാലോചിച്ചിട്ടുണ്ട്, എന്തെല്ലാം അസൂയയും അഹങ്കാരവും അതിൽ കിടന്ന് ചിന്തിച്ചിട്ടുണ്ട്, എത്ര പേരെ കുറ്റം പറഞ്ഞ ബെഡാ അത്, എന്തെല്ലാം തെറ്റുകൾ നടന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. ഒരു ബെഡ് എന്ന് പറയുമ്പോൾ, ബെഡെന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ വ്യഭിചാരം പോലുള്ള പാപങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, വികാര വിചാരങ്ങളിൽ കുറ്റപ്പെടുത്തിയുള്ള അസൂയായിട്ട്, അഹങ്കാരമായിട്ട് സകല രൂപികളും കിടക്കുന്ന സ്ഥലമാണ് ബെഡ്. നിങ്ങൾ കൂട്ടത്തിൽ കിടക്കുന്നതേ ഉള്ളൂ, അതിൻ്റെ കൂടെ നമ്മൾ കിടക്കും. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരു ബെഡിൽ നമ്മൾ കിടക്കുമ്പോൾ അവിടെ നമ്മളെ കിടത്തി ഉറക്കുവറ്റുകൾ, കാരണം അവരുടെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ആവശ്യമുള്ളത് നമ്മൾ കിടന്നു കൊടുക്കുക. ഈ സ്പിരിറ്റിനോടൊപ്പം നമ്മളും കിടക്കും. ഒരു ബെഡിൽ വിഷനുള്ളവർ നോക്കിയാൽ കുറേ പേര് കിടക്കുന്നതേ കാണാൻ പറ്റുള്ളൂ. വിഷനില്ലാത്തവർ നോക്കിയാൽ അമ്മയും അപ്പനും ഒക്കെ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മക്കൾ കിടക്കുന്നുണ്ടാവും. ഒരു പ്രാർത്ഥിച്ച് സന്ദേശമുള്ള ഒരാൾ നോക്കിയാൽ കിടക്കുന്നവരുടെ എണ്ണം കുറേ ഉണ്ടാവും. അതാണ് ബെഡിൻ്റെ പ്രത്യേകത. അവിടെ ബെഡിനെ തോൽപ്പിക്കുന്നത് ഉറക്കത്തെ മാറ്റി വെച്ചുകൊണ്ടാണ്. ഉറക്കത്തെ മാറ്റിവെച്ച് പല കുടുംബങ്ങളിലും പല ദമ്പതികളിൽ ബെഡ് മാറ്റാൻ പരിശുദ്ധാത്മാ സന്ദേശം തന്നിട്ടുണ്ട്. പല സ്ഥലത്ത്, കുഞ്ഞുങ്ങളില്ലാത്ത സ്ഥലത്ത്, ചില അസുഖങ്ങൾ മാറാതായ സമയത്ത് ഈശോ മെസ്സേജ് എന്നാണ്, എത്ര വർഷമായി ബെഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ബെഡ് പരന്ന് പായ പോലെയായി. അത്രയുമായിട്ട് ബെഡ് മാറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര വർഷമായി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് മാറ്റാൻ ഈശോ പറയുന്നുണ്ട്. അത് മാറ്റി പുതിയത്, അല്ലെങ്കിൽ ഇല്ലാണ്ട് കിടക്കാൻ പറഞ്ഞു ഡയറക്റ്റ്. ഇത് മാറ്റിക്കഴിഞ്ഞ അസുഖം മാറി എത്രയോ പേരുണ്ടെന്നറിയോ പ്രിയപ്പെട്ടവരെ. കാരണം ഏറ്റവും കൂടുതൽ തിന്മ നിരൂപിക്കുന്നത് കിടക്കയിലാണ്. ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ എന്താ പറയുക, തലയിലേക്കും മനസ്സിലേക്കും എല്ലാം കൊണ്ടുവരുന്നത് ഒറ്റ കിടപ്പിലാണ്. ഈ കിടന്നാലോചിക്കുന്ന ഒരു രീതിയുണ്ട് നമുക്ക്. ഇപ്പോൾ കൂടെ കിടക്കാൻ മൊബൈലും കൂടി ഉള്ളത് കൊണ്ട് എല്ലാം സുഭിക്ഷമായി. ഒരുമിച്ച് കിടക്കാൻ കയറും നിങ്ങൾ, കൂടെ കെട്ടിയാനുണ്ടാവും, ചിലപ്പോൾ കൂടെ കെട്ടിയോളുണ്ടാവും, ചിലപ്പോൾ മക്കളുണ്ടാവും. എന്നാലും മൊബൈലില്ലാതെ, കെട്ടിയോനില്ലെങ്കിലും കെട്ടിയോളില്ലെങ്കിലും മൊബൈലില്ലാതെ നമ്മൾ കിടക്കില്ല. കൂടെ കിടക്കാൻ മൊബൈലുണ്ട്. കാലത്ത് എഴുന്നേക്കുന്നത് മൊബൈലാണ് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. അമ്മ എഴുന്നേക്കല്ല, അപ്പ എഴുന്നേക്കുന്നവന് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് മൊബൈലാണ്. രാത്രി കിടക്കുമ്പോൾ ആദ്യം ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ മൊബൈലിനെ ഉറക്കിയിട്ടേ നമ്മൾ ഉറങ്ങുള്ളൂ. ആദ്യം മൊബൈലിനെ ഉറക്കി കിടത്തി, മൊബൈൽ ഉറങ്ങിയിട്ടുണ്ടോ, ഉറങ്ങി കംപ്ലീറ്റ് സ്ക്രീൻ ഓഫാകാതെ നമ്മൾ ഉറങ്ങത്തില്ല. സ്വിച്ച് ഓഫ് ചെയ്യണ പരിപാടിയില്ല. ചത്ത് കിടക്കുന്നതിന് തുല്യമാണ്, നെഞ്ച് പൊട്ടിപ്പോവും. അതുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യത്തില്ല, ഓൺ ചെയ്ത് വെക്കും. എങ്ങാനും നമ്മൾ രാത്രി ഒന്ന് ബാത്റൂമിൽ പോലെ എഴുന്നേറ്റാലും ആദ്യം കുഞ്ഞുറങ്ങിയോ എന്ന് നോക്കും. മൊബൈലിൽ എന്തെങ്കിലും വന്നോ, അനക്കം വല്ലതും ഉണ്ടോ നോക്കിയിട്ട് അനങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് തോണ്ടിക്കും, വാവോ പാടി പിന്നെ ഈ തോണ്ടൽ തുടങ്ങാം. പച്ച പാതിരാക്കി എഴുന്നേറ്റിരുന്നതുകൊണ്ടും ഈ തോണ്ടൽ ഒരു അപ്ഡേറ്റ് നോക്കാൻ എടുത്താലും 3 മണിക്കൂർ മിനിമം മാറിക്കിട്ടും. 3 മണിക്കൂർ മാറും. ആ 3 മണിക്കൂർ ഉറക്കം പോയി. ഇതെല്ലാം ബെഡിലാണ് പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ബെഡിലാണ്. ബെഡ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രുവാണ്. രണ്ടാമത്തേത് ഭക്ഷണമാണ്. ഈ ഭക്ഷണവും ബെഡും ഇത് രണ്ടും പ്രാർത്ഥനയാക്കി മാറ്റണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും അളവ് കുറച്ചാൽ മതി. ആത്മീയ നിദ്രയിലേക്ക് നമ്മൾ പ്രവേശിക്കണം, ധ്യാനിക്കണം. അതാണ് ആത്മീയ നിദ്ര. അതിലേക്ക് പ്രവേശിച്ചാൽ ഫിസിക്കലി ഉള്ള ഉറക്കത്തിൻ്റെ കുറവ് വന്നാലും ശരീരം രോഗത്തിലേക്ക് പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇത് രണ്ടും കുറച്ച് കഴിയുമ്പോൾ കൃപ നമ്മളറിയത്തില്ല, കൃപ നിറയും. ഒത്തിരി പ്രാർത്ഥിച്ച മലകളേക്കാൾ പ്രിയപ്പെട്ടവരെ ചില പ്രവൃത്തികൾ ഈശോ നമ്മളിൽ നിന്ന് പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കും. ഹല്ലേലൂയ. ഒത്തിരി പ്രാർത്ഥിച്ച അവസ്ഥയിൽ നിന്ന് ചിലത് ഈശോ നമ്മളിൽ നിന്ന് പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കും. ഒത്തിരി നാളായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒത്തിരി നാൾ ഒന്നും ഉപയോഗിക്കരുത്. ഒത്തിരി നാൾ ഉപയോഗിച്ചതിനോട് നമുക്കൊരു ഒരു പ്രിയം, ഒരു അഡിക്ഷൻ വരും. പാടില്ല. ഒത്തിരി നാൾ ഭാര്യനെ ഭർത്താവിനെ അല്ല കേട്ടോ ഞാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളല്ലാതെ ഉള്ള സാധനങ്ങളാണ്, മാറ്റിയേക്കാം, കുറേ നാളായി ഇത് തന്നെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, കട്ടിൽ, ബെഡൊക്കെ മതിയേ. അല്ലാതെ ഇത് കുറേ നാളായി, ജനിച്ചപ്പോൾ തൊട്ട് ഇതിനെ തന്നെ കണ്ടിട്ട് അപ്പനെ അമ്മനെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കുന്ന ചിലത്, നിങ്ങൾ അതിനോട് അഡിക്റ്റാകുന്ന ചിലത് നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ ഒഴിവാക്കുക. കുറേ കാലഘട്ടത്തേക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുക. കുറേ കാലഘട്ടത്തിലേക്ക് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഓടാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു പരിധിവരെ മാത്രമേ എന്തിനോടെങ്കിലും ആശ്രയത്വം പാടുള്ളൂ. ഇതില്ലെങ്കിൽ എൻ്റെ ജീവിതമില്ല എന്ന അവസ്ഥ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത്,
നീ ആ പിശാചിലാണ് കിടക്കുന്നത്. ചില ആൾക്കാർ പറയില്ല, എനിക്ക് ഈ വീട്ടിലെ ബെഡിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ, പുറത്തു പോയാൽ എനിക്ക് ഉറക്കം വരില്ല. ആ ബെഡിൽ എന്തോ അരൂപിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷുവറാണ്, ഒരു ഡൗട്ടുമില്ല, തമാശയല്ല, അത് അരൂപി. അത് രാത്രി 10 മണി 11 മണി ആയാൽ മാനുഷികതയിൽ ഉറങ്ങണം. അതെവിടെ കിടന്നാലും എനിക്ക് ഇവിടെ തന്നെ കിടന്നാലേ ഉറക്കം വരുള്ളൂ, എനിക്ക് ഈ ബെഡ് വേണം. അത് അരൂപിയാണ്, ദൈവികതയല്ല. അത് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തിനെങ്കിലും അഡിക്റ്റഡ് ആയിട്ടുണ്ടോ അതിന് പുറകിൽ അരൂപിയ. ശ്രദ്ധിക്കണം. ചില ഭക്ഷണങ്ങളെ ഞാൻ കഴിക്കുകയുള്ളൂ, ഞാൻ ഈ ഭക്ഷണം ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആയിരിക്കും ഈവിൾ സ്പിരിറ്റ് കാരിയറായിട്ട് വരുന്നത്. ആ കാരിയറിനായിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മളെല്ലാത്തിലും ഒരു പോസിബിലിറ്റി ഉണ്ട്. സാത്താന് നമ്മൾ ഉപയോഗിക്കുന്നതിലെല്ലാത്തിലും ഒരു പോസിബിലിറ്റി. നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കണം, മാറ്റി പിടിച്ച് നോക്കണം, വ്യത്യാസം അറിയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ചെയ്തിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ട, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പരീക്ഷിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. എല്ലാം ഇത് തന്നെ ആയിരിക്കണം. ഈ പെന്ന് കൊണ്ടേ ഞാൻ എഴുതൂ, ഈ ബുക്കിലേ ഞാൻ എഴുതൂ, ഈ ബൈബിളെ ഞാൻ വായിക്കൂ, ഇതിങ്ങനെയാണ്, ഈ പള്ളിയിലേ ഞാൻ പോകും, ഇവിടെ ഈ പള്ളിയിൽ ചെന്നാൽ ചിലരുണ്ട് ഇന്ന സ്ഥലത്തിരിക്കണം, അവിടെ ഇരുന്നില്ലേ കുർബാന കൂടാൻ പറ്റില്ല, ഇവിടെ തന്നെ ഇരുന്ന് കുർബാന കൂടിയാലേ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കില്ല. ഞാനൊരു സ്ഥലത്ത് കുർബാന ബലിയർപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ അരമണിക്കൂർ മുമ്പ് ചെല്ലും. അവിടെ ഇരിക്കാൻ ആരുമില്ല. ഞാനൊരു ബെഞ്ചിലിരുന്നു. ഞാനവിടെ നിന്ന് കുർബാനയെല്ലാം ഇരിക്കുന്ന സമയത്ത് ഒരു ബെഞ്ചിൻ്റെ അറ്റത്താണ് ഞാനിരിക്കണേ. ഒരു അപ്പാപ്പം വന്ന് അവിടെ നിന്ന് എന്നെ ചാരി നിന്ന സൈഡിലെ കൈപ്പിടിയുമേൽ ഇങ്ങനെ ചാരി നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ചാരി നിന്നു. അത് ഇങ്ങനെ നിന്ന അപ്പാപ്പൻ ഒന്ന് ലെഫ്റ്റിലേക്ക് ഇട്ടു. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടപ്പോൾ ഞാൻ ഇത്തിരി കൂടി നീങ്ങിയപ്പോൾ ആ കൈ വെക്കുന്ന ഹാൻഡ് റെസ്റ്റിൽ പിന്നെ ഒന്ന് ഇരുന്നു. അപ്പോൾ ഇരുന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി നീങ്ങിയപ്പോൾ ഒരാൾക്കുള്ള സ്പേസായി. പുള്ളി അവിടെ ഇരുന്നു. ഞാൻ ഇപ്പുറത്തായി. ഞാൻ പോലും അറിഞ്ഞില്ല എന്ത് എന്നോടൊന്ന് വാക്ക് ചോദിക്കുകയോ എന്നെ വിഷമിപ്പിക്കുകയോ ഒന്നും ഞാൻ പോലും അറിഞ്ഞില്ല. അപ്പോൾ പുറകിലിരുന്ന ആൾക്കാർ ഇത് കണ്ടു ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു അപ്പച്ചൻ വന്നിട്ട് ചോദിച്ചു, മോനിവിടെ പുതിയതാണോ എന്ന് ചോദിച്ചു. ഞാൻ വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ കുർബാനയ്ക്ക് വന്നതാണ്. മോനെ അത് ആ പപ്പനിരിക്കുന്ന സ്ഥലമാണ്. പുള്ളി അവിടെ ഇരിക്കൂ, അവിടെ ആരിരുന്നാലും പുള്ളിയുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതിലെല്ലാം എൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ തൃപ്തിപ്പെടുത്തുന്നൊരു അഹം ഉണ്ട്. ഇതാണ് അഹം കിടക്കുക. ഇവിടെ ശുശ്രൂഷയല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്നതെന്നല്ല മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാത്ത സീറ്റ്, രാഷ്ട്രീയക്കാരെ പോലെ മറ്റൊരാൾക്ക് വേണ്ടി മാറിക്കൊടുക്കാത്ത ഇടങ്ങൾ, മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റാത്ത സ്വഭാവങ്ങൾ ദൈവത്തിൽ നിന്നല്ല. എൻ്റെ ശീലം ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്നെ സഹിക്കാൻ പറ്റുന്നവർ സഹിച്ചാൽ മതി. ദൈവീകമല്ല. ശുശ്രൂഷ മനോഭാവത്തിലുള്ളവർക്ക് ഒട്ടും പറ്റാത്തതാണത്. ഞാനിങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇതാണ്, ഒരാൾക്കും വേണ്ടി ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല, ദൈവത്തെ മാത്രം ബോധിപ്പിച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നത് ബോധിപ്പിക്കുന്നത് പിശാചിനെയാണ്, ദൈവത്തെയല്ല. അവിടെ നമ്മൾ ബോധിപ്പിക്കുന്നത് ദൈവത്തെയല്ല, സാത്താനെ നമ്മൾ ബോധിപ്പിക്കുന്നുണ്ട്. ഞാനിങ്ങനെയാണ്, നീ പറയുന്നത് പോലെ ഞാൻ പോവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോളമനിൽ വന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ജ്ഞാനത്തിലായിരിക്കുന്ന സോളമനാണ് പാപത്തിലായിരിക്കുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ വരമാണെങ്കിൽ ആ ജ്ഞാനം പാപത്തിന് വഴിമാറിക്കൊടുത്തു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നിങ്ങളിൽ എത്ര പ്രാർത്ഥനകൾ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ശീലങ്ങളോട് നിങ്ങൾ നോ പറയണം. പ്രാർത്ഥനാ ജീവിതം നിങ്ങളിൽ വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ശീലങ്ങളോട് നിങ്ങൾ നോ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുവരെ നിങ്ങളിൽ പ്രാർത്ഥനാ ചൈതന്യം വരുന്നത് വരെ ഉണ്ടായിരുന്ന ശീലങ്ങൾ പ്രാർത്ഥനാ ചൈതന്യം വന്നപ്പോൾ നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ? അത് നിങ്ങളിൽ നിന്ന് മാറ്റിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളിൽ എന്തെല്ലാം ശീലങ്ങൾ നിങ്ങളിലുണ്ടോ പ്രിയപ്പെട്ട ദൈവജനമേ, ആ ശീലങ്ങളെല്ലാം ദൈവം തന്ന ശീലം എന്നൊരിക്കലും നിങ്ങൾ പറയരുത്. ഒരു ശീലങ്ങളും ദൈവം നമുക്ക് തന്നിട്ടില്ല. നമ്മൾ ഒരു ശീലം മാറാൻ വേണ്ടി മറ്റൊരു ശീലം തുടങ്ങും, ആ ശീലം പിന്നെ ദുശീലമാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ശീലങ്ങളും ദൈവം നമുക്ക് തന്നിട്ടില്ല. ദൈവം നമുക്ക് തന്നത് പ്രാർത്ഥനയാണ്. അത് ഏതവസരത്തിലും ഏതവസ്ഥയിലും പ്രാർത്ഥിക്കാൻ പറ്റണം. ഏതവസരത്തിലും ഏതവസ്ഥയിലും പ്രാർത്ഥിക്കാൻ പറ്റണം. ശീലങ്ങൾ മാറ്റി പ്രാർത്ഥിക്കാൻ പറ്റുന്നിടത്ത് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മിൽ നിറഞ്ഞു നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ട് കൃപ വർദ്ധിച്ചിട്ടുണ്ടോ, കൃപയോടുകൂടെ കൃപയെ തകർക്കാനുള്ള കളകളും നിങ്ങളിൽ ഒപ്പം വളരുന്നുണ്ട് എന്നുള്ളത് മറക്കരുത്. കൃപയോടൊപ്പം കൃപയെ തകർക്കാനുള്ള കളകളും ഒപ്പം വളരുന്നുണ്ട്. കളകൾക്ക് വേണ്ടി വിളകളെ നശിപ്പിക്കാൻ സമ്മതിക്കരുത്. കളകൾക്ക് വേണ്ടി വിളകൾ സ്ഥാനമൊഴിഞ്ഞു കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, എന്താണോ കുടികൊള്ളുന്നത് അതിനെ പുറത്താക്കണം. കുടികൊള്ളുന്നതിന് ഇവിടെ ഇങ്ങനൊരു അവസ്ഥയുണ്ട്, ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല എന്ന് പറയരുത്. അതിനെ പുറത്താക്കാൻ നീ അവിടെ തന്നെ താമസിക്കണം. ഹല്ലേലൂയ. ഈ സമയം നിങ്ങളുടെ കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ചേ, കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ചേ, കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ചേ. ആത്മാവിൽ നിങ്ങൾ ഈശോയെ കണ്ടേ. ചില കെട്ടുകൾ, അഴിയപ്പെടാത്ത ചില കെട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ചില അഴിയപ്പെടാത്ത ചില കെട്ടുകൾ ശുശ്രൂഷ ജീവിതത്തിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന ചില അരൂപികൾ, ചില ശീലങ്ങൾ ഈ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ആ കെട്ടുകളെല്ലാം അഴിയപ്പെടാനൊന്ന് ആഗ്രഹിച്ചേ. ചില ശീലങ്ങൾ, ചില കെട്ടുകൾ, ലബ്ധി മറഹുദി ഷപ്പല ബറഹിത, യേശുനാമത്തിൻ്റെ ശക്തിയിൽ ആ കെട്ടുകൾ അഴിയട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയിൽ ആ കെട്ടുകൾ, ബന്ധനങ്ങൾ അഴിയട്ടെ. പരിശുദ്ധാത്മാവേ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകതയും ഈ സമയം പ്രാർത്ഥിക്കുന്ന മക്കളെ വേട്ടയാടുന്ന അസ്വസ്ഥതയുടെ കെട്ടുകൾ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഇവരെ പിന്നോട്ട് വലിക്കുന്ന തിന്മയുടെ അരൂപികൾ, അതിൻ്റെ എല്ലാ ആധിപത്യങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ സമയം ഇവരായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്, ഇവരുടെ ശീലങ്ങളിൽ നിന്ന് കർത്താവ് നിന്റെ നാമത്തിൽ ബന്ധിച്ചു പുറത്താക്കുന്നു. വിട്ടുമാറട്ടെ. കെട്ടുകൾ അഴിയട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരുടെ മേൽ ഈ സമയം വ്യാപരിക്കട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരുടെ മേൽ ഈ സമയം വ്യാപരിക്കട്ടെ. ലൗദ ഷീഖ ബബലറവെ മരിയ. ആത്മാവിൻ്റെ സ്തുതിക്കൽ പറശ്ലാബാഹിധാറ. സ്തുതിക്കട്ടെ. ഇരു കരങ്ങൾ ഉയർത്തിയൊന്ന് ഇരുന്നുകൊണ്ട് സ്തുതിക്കട്ടെ. ലധ ഷക്ക ബബലറ ഹിറ ഉദ്ദീമ ഷു അല്ലദിയറ. ആത്മാവെ സ്തുതിക്കട്ടെ. സ്വരമുയർത്തി, ഇരു കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചേ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. സ്തുതിച്ചേ. ലൗ ഷക്ക ബബറ ഷീമ ലഹുറ ഹിദ ഹില ഹിദ ലക്ക മമ ഹില ഹിദ ഷിക്ക ബബലറ അവേ മരിയ റിയ മമ ഷീധ രി. കെട്ടുകൾ അഴിയട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. ചങ്ങലകൾ വിട്ടുമാറട്ടെ. യേശുനാമത്തിൻ്റെ ശക്തിയിൽ. യേശുവേ ആരാധന. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ സ്തുതി. ആരാധന സ്തുതി മഹത്വം. ഹാലലിയ. യേശുവേ നന്ദി സ്തുതി. ആരാധന. യേശുവേ നന്ദി. ഹാലലിയ. യേശുവേ ആരാധന. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. പ്രിയമുള്ള ദൈവജനമേ, എന്ത് അവസ്ഥയിൽ നീ ആയിരുന്നുവോ ഈ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ ദൈവമായ കർത്താവ് നിന്നെ സന്ദർശിക്കാനെത്തും. ഏതവസ്ഥയിൽ നിന്ന് നീ പുറത്തു വന്നിട്ടുണ്ടോ, ഏതവസ്ഥ ക്രിസ്തുവിനെ പ്രതി നീ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ, ആ അവസ്ഥയിൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ മാലാഖമാർ നിന്നോടുകൂടെ ആയിരിക്കും. കർത്താവായ യേശു ക്രിസ്തു മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ആഴ്ചയുടെ ആദ്യ ദിവസം മഗ്ദലന മറിയത്തിന് കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ അവൻ പുറത്താക്കിയത് എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ ഭരിക്കുന്ന ചില അരൂപികളുടെ പ്രവർത്തനമുണ്ട്. നമ്മളെ ഭരിക്കുന്ന ചില തിന്മയുടെ കെട്ടുകളുണ്ട്. നമ്മൾ പോലും അറിയുന്നില്ല ഇത് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക.
നമ്മുടെ ഉള്ളിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വികാര വിചാരങ്ങളിലെല്ലാം ഇതിൻ്റെ ഒരു തലം നമുക്ക് കാണാൻ പറ്റും. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ആദ്യം വരുന്ന അശ്രദ്ധ ഏതാണോ ആ രൂപി നമ്മളിൽ സ്വാധീനമുണ്ട്. ഏത് പ്രാർത്ഥിക്കാനിരിക്കുകയാണ്, എല്ലാം തയ്യാറായി, ഇനി പ്രാർത്ഥിച്ചാൽ മതി, ബാക്കി ആരുമില്ല, ഒറ്റയ്ക്ക് ഇരിക്കുക, ഞാൻ ഇരുന്നു, ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് ആദ്യം വന്ന ചിന്ത എന്താണോ അത് അരൂപിയുടെ പ്രവർത്തനമാണ്. ആ മേഖലയിൽ നമ്മൾ കെട്ടപ്പെട്ട് കിടക്കുകയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചില വ്യക്തിബന്ധങ്ങളായിരിക്കും. ചിലപ്പോൾ ഭാര്യയോ മക്കളോ മകളോ ഭർത്താവോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. ഏതിനെക്കുറിച്ചൊരു ചിന്ത വന്നു, ഒന്ന് വിളിച്ചേക്കാം, എന്താണെന്നൊന്ന് നോക്കാം. ഇങ്ങനെ തുടങ്ങിയാൽ ആ ബൈബിള് മടിയിലിരിക്കും, നിങ്ങൾ ഫോണിലിരിക്കും. ഇത് ഇവിടെ നിന്ന് തുടങ്ങി അത് പിന്നെ അവസാനിക്കുന്നത് ബൈബിള് മാറ്റി ഫോൺ മടിയിലെത്തുന്നത് വരെ ഇത് നീങ്ങിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഏത് ചിന്ത ആദ്യം വരും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ 7 അവസ്ഥകളെ നിങ്ങൾ ബന്ധിക്കണം. നിങ്ങളിലുള്ള 7 മൂലപാപങ്ങളെ, നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മളിലെല്ലാവരിലുമുള്ള 7 മൂലപാപങ്ങളുടെ അവസ്ഥകളെ ബന്ധിക്കാതെ പ്രാർത്ഥിക്കാൻ ഇരിക്കരുത്. 7 മൂലപാപങ്ങളുടെ അവസ്ഥകളെ നമ്മൾ ബന്ധിച്ച് പൂട്ടണം. പ്രിയപ്പെട്ടവരെ, അത് എന്നേക്കുമായിട്ട് കെട്ടിപ്പൂട്ടണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതിൻ്റെ ശല്യം നമ്മളിലേക്ക് വരരുത്. പിന്നീട് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ നമ്മൾ ബന്ധിക്കണം. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് പാപം മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. 5 ഇന്ദ്രിയങ്ങളിലൂടെ. അതുകൊണ്ട് ഈ 5 ഇന്ദ്രിയങ്ങളെ നമ്മൾ ബന്ധിക്കണം. പാപം, അശ്രദ്ധ ഇതൊന്നും നമ്മിലേക്ക് കടന്നു വരാതിരിക്കാൻ. പിന്നീട് വികാരം, വിചാര എല്ലാ മേഖലകൾ, മനസ്സിൻ്റെ എല്ലാ തലങ്ങൾ, ഹൃദയത്തിൻ്റെ തലങ്ങൾ ബന്ധിക്കണം. മനസ്സിൻ്റെ തലങ്ങളും ഹൃദയത്തിൻ്റെ തലങ്ങളും ബന്ധിക്കണം. ബുദ്ധിയുടെ ആലോചനകളെ ബന്ധിക്കണം. ബുദ്ധിയുടെ ആലോചനകളെ ബന്ധിക്കണം. വീണ്ടും നമ്മളെ സ്വാധീനിക്കുന്ന സങ്കടങ്ങളെ ബന്ധിക്കണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പിശാച് നമ്മളെ സ്വാധീനിക്കുന്നത് എല്ലായിടത്തും നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്കുള്ള സങ്കടങ്ങളെ അവൻ ഉണർത്തും. നമുക്കുള്ള സങ്കടങ്ങളെ ഉണർത്തി കൃപയിലേക്ക് വരേണ്ട പ്രാർത്ഥനകളെ സങ്കടങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് റൂട്ട് മാറ്റിവിടാൻ ഇടവരുത്തും. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത് നമ്മളിൽ അഭിഷേകം നിറയാനാണെങ്കിൽ നമ്മളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന സങ്കടങ്ങൾ ഉണർത്തി തരും. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും? ഈ പ്രാർത്ഥന അതിന് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രാർത്ഥന ആര് കൊണ്ടുപോയി? നമ്മുടെ സങ്കടങ്ങൾ കൊണ്ടുപോകും. പ്രാർത്ഥന വഴി എൻ്റെ ആത്മാവിന് കിട്ടേണ്ട വിഹിതം സങ്കടങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ നമ്മളിലുള്ള ഇമോഷൻസിനെ ബൈൻഡ് ചെയ്യണം, ബന്ധിക്കണം. നമ്മളിൽ പ്രവർത്തിക്കുന്ന ഇമോഷൻസിനെ ബന്ധിക്കണം. പ്രിയപ്പെട്ടവരെ, 7 മൂലപാപങ്ങൾ ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കുറേ ഫ്രീ ആണ്. 5 ഇന്ദ്രിയങ്ങൾ ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഫ്രീ ആണ്. നിങ്ങളുടെ വികാര വിചാരങ്ങളും നിങ്ങളുടെ ബുദ്ധിയുടെ തലവും ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഫ്രീ ആണ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ബന്ധിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഫ്രീ ആണ്. ഇത്രയും മേഖല ബന്ധിക്കാൻ നിങ്ങൾക്കൊരു ശുശ്രൂഷകൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് മറ്റൊരു ശുശ്രൂഷകൻ നിങ്ങൾക്കിത് ചെയ്തു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വഴിയിൽ നിങ്ങൾക്ക് ബന്ധിക്കാവുന്ന മേഖലയാണിത്. ഹല്ലേലൂയ. ഇത്രയും ബന്ധിച്ച് പൂട്ടിയതിന് ശേഷമായിരിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ. ഇത്രയും ബൈൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയോ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പല വിചാരത്തിൻ്റെ അരൂപികൾ കടന്നു വരില്ല. പല വിചാരത്തിൻ്റെ അരൂപികൾ കടന്നു വരില്ല. പക്ഷേ ബന്ധിക്കുന്നത് ഉറക്കി തൂങ്ങിയായിരിക്കരുത്. പ്രാർത്ഥനയിലോ ഉറക്കമാണ്, ബന്ധിക്കുന്നതിലെങ്കിലും ഉറങ്ങരുത്. അപ്പോൾ നിങ്ങൾ ബന്ധിക്കാനിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങി കോട്ടായിട്ടുകൊണ്ട് നിങ്ങൾ ബന്ധിക്കരുത്. നിങ്ങൾ ഉണർവോടുകൂടെ തന്നെ നിങ്ങളിരുന്ന് ബന്ധിക്കണം. പ്രിയപ്പെട്ടവരെ, ഉണർവോടുകൂടെ നിങ്ങൾ ബന്ധിച്ച് പൂട്ടണം. ബന്ധിക്കാൻ ഉപയോഗിക്കുന്ന മേഖലകളിൽ നിങ്ങൾക്കൊരു സ്വാധീനമുണ്ടാകണം. ഹല്ലേലൂയ. എന്തുപയോഗിച്ച് ബന്ധിക്കുന്നു എന്നുള്ളത് ബന്ധിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിക്ക് സ്വയം ആ മേഖലയിൽ ഒരു സ്വാധീനം ഉണ്ടാകുന്നു. ഇവിടെ ഒരു പശുവിനെ കെട്ടാൻ എൻ്റെ കയ്യിൽ ചങ്ങലയായിരിക്കുന്നത്. ഈ ചങ്ങല കൊണ്ട് ആരും പശുവിനെ കെട്ടില്ല. പശുവിനെ കെട്ടാൻ കയറ് വേണം. അപ്പോൾ ഞാൻ ചങ്ങല മാറ്റി കയറെടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ഇമോഷൻസിനെ ബന്ധിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കരുത് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ബന്ധിക്കാൻ ഞാൻ ഉപയോഗിക്കേണ്ടത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ബന്ധിക്കാൻ ഞാൻ ഉപയോഗിച്ച സോഴ്സ് ആയിരിക്കരുത് എൻ്റെ ബാക്കിയുള്ള വികാര വിചാര ബുദ്ധിയുടെ മേഖലകളെ ബന്ധിക്കാൻ ഞാൻ എടുക്കേണ്ടത്. ഓരോന്നിനും ഓരോ തലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന തലമനുസരിച്ച് തന്നെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന അരൂപികളെ ബന്ധിക്കുന്നതിനും നമുക്കൊരു സോഴ്സ് ഉണ്ടാകണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഈ സോഴ്സ് ഉപയോഗിച്ച് ബൈൻഡിങ് പ്രെയർ നടക്കുള്ളൂ. സോഴ്സ് ഇല്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും ബൈൻഡിങ് പ്രെയർ സാധിക്കത്തില്ല. എത്ര വലിയ ശുശ്രൂഷകനാണെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവണം. ഞാൻ ഇവിടെ ചെന്നാൽ എനിക്ക് ഇവിടെ ഒരു പിടിവള്ളിയുണ്ട്, എനിക്ക് കേന്ദ്രത്തിലൊരു പിടിയുണ്ട്, ഈ കാര്യം എനിക്ക് അവിടെ അവതരിപ്പിച്ച് നടത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനൊരു പിടി നമുക്കുണ്ടാവണം. എന്തുപയോഗിക്കാം ബൈൻഡ് ചെയ്യുമ്പോൾ, എന്തിനെ വെച്ച് ബന്ധിക്കാൻ പറ്റും, ഞാൻ ബന്ധിക്കുമ്പോൾ അത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നെങ്ങനെ എനിക്ക് ഉറപ്പിക്കാൻ പറ്റും, ഞാൻ ബന്ധിച്ചത് ബന്ധിച്ചു കഴിഞ്ഞതാണ് എന്നെനിക്ക് ആധികാരികമായിട്ട് എങ്ങനെ പറയാൻ പറ്റും? പ്രിയപ്പെട്ട ദൈവജനമേ, ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന്, ഇത്രയും വർഷത്തെ പ്രാർത്ഥന വഴി നിങ്ങൾ എന്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നുവോ, ഏത് പ്രാർത്ഥനാ രീതിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നുവോ അതനുസരിച്ചാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. യേശുവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട്, വിശുദ്ധ കുരിശ് കൊണ്ട്, യേശു നാമത്തിൽ നമ്മൾ ബന്ധിക്കാറുണ്ട്. വീണ്ടും ചിലർ യേശുവിൻ്റെ തിരുശിരസിലെ മുൾമുടി കൊണ്ട്, യേശുവിൻ്റെ 5 തിരുമുറിവ് കൊണ്ട്, യേശുവിൻ്റെ തിരുവിലാവിലെ തിരുജലം കൊണ്ട്, യേശുവിൻ്റെ പരിശുദ്ധ ശരീരത്തിൽ നിന്ന് ചിതറിക്കപ്പെട്ട പരിശുദ്ധ മാംസം കൊണ്ട് ഒക്കെ ബന്ധിക്കുന്നത് പല ശുശ്രൂഷ മേഖലകളിൽ പലരും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ബന്ധിക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സസ് ആണെങ്കിലും ഇതുമായിട്ടുള്ള എൻ്റെ കണക്ഷൻ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ബന്ധിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് ഒരാളെ ഞാൻ തിരുവനന്തപുരത്തൊരു അമ്മായിയുടെ വീട്ടിലേക്ക് വിടുക. ഇവിടെ നിന്ന് അയാൾ പോയപ്പോൾ അയാൾ പോയി തിരിച്ചു വന്നു. ചോദിച്ചപ്പോൾ പറയാം, അവിടെ അങ്ങനെ ഒരു അമ്മായി ഇല്ല, ഒരു വീടും ഇല്ല. ഹല്ലേലൂയ. അത് തന്നെയാണ് ബന്ധിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ബന്ധിക്കുക, യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ഞാൻ ബന്ധിക്കുന്നു. തിരുരക്തവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവൻ തിരുരക്തം കൊണ്ട് ബന്ധിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തിരുവനന്തപുരത്ത് അമ്മായിയുടെ വീട് ഉണ്ടാവണം. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളും അമ്മായിയും തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് സോഴ്സ് യൂസ് ചെയ്യുന്നുവോ അതുപയോഗിച്ച് നിങ്ങൾക്ക് ബൈൻഡ് ചെയ്യാം. പക്ഷേ ഉപയോഗിക്കുന്ന സോഴ്സുമായിട്ട് നിങ്ങൾ ബൈൻഡ് ചെയ്യുമ്പോൾ ആ സോഴ്സ് നിങ്ങൾ എന്തിനെ ബൈൻഡ് ചെയ്യാൻ എടുക്കുന്നുവോ അതിന് ആപ്റ്റ് ആയിരിക്കണം. അത് ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. വിവേകം എന്ന് പറയുന്നത് വിവരം, എല്ലാം വരവും തരും വിവരം അവനവൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ പോലെ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു സോഴ്സ് വെച്ച് നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു സോഴ്സ് വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് എൻ്റെ ഈ അവസ്ഥയെ ബൈൻഡ് ചെയ്യാൻ എന്നിലുള്ള ഈ സത്ത മതിയോ? ഇത് പ്രാർത്ഥിച്ചെടുക്കുക. ഇമോഷൻസാണ് ഏറ്റവും കൂടുതൽ പിശാച് പിടിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഇമോഷൻസ് തരും, സങ്കടങ്ങൾ തരും, ചില വാശികൾ, ചില ദേഷ്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ വരുള്ളൂ. കാരണം എന്താണെന്നറിയോ? നിൻ്റെ പ്രാർത്ഥനയെ എതിർ പ്രാർത്ഥനയാക്കാൻ അതുവഴി സാത്താന് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ പ്രാർത്ഥനകളെ എതിർ പ്രാർത്ഥനയാക്കി അവനിലേക്ക് വിടാൻ സാത്താന് പറ്റും. അപ്പം നമ്മളിലുള്ള ഇമോഷൻസിനെ താലോലിക്കരുത്. ചില സങ്കടങ്ങളെ താലോലിക്കരുത്. ആ സങ്കടങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭരിക്കും. ചില സങ്കടങ്ങൾ നമ്മൾ താലോലിച്ചുകൊണ്ട് എനിക്കിങ്ങനെ വന്നല്ലോ, എൻ്റെ അവസ്ഥ ഇതാണല്ലോ, എൻ്റെ അപ്പൻ ഇതാണല്ലോ, എൻ്റെ അമ്മ ഇതാണല്ലോ, എൻ്റെ ഇതിനെ താലോലിക്കരുത്. അത് വെച്ചുകൊണ്ടിരിക്കരുത് മനസ്സിൽ. ഈ ഇമോഷൻസ് പ്രാർത്ഥനയിൽ നിങ്ങളുടെ ശത്രുവാണ്. ഈ ഇമോഷൻസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. ഇമോഷൻസിനെ അടക്കാൻ പ്രാർത്ഥിക്കരുത്. ആ ഇമോഷൻസ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മുഴുവൻ അഭിഷേകത്തെയും കൊണ്ടുപോകും. ശുശ്രൂഷയ്ക്ക് ബാക്കിയൊന്നും ഉണ്ടാവില്ല. വല്ലത് അവിടെ ഇവിടെയൊക്കെ തീർച്ചതും ചിതറിയൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിരാവിലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അതിരാവിലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിരാവിലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്തെ കൃപ കിട്ടത്തുള്ളൂ. അപ്പോൾ ചിലത് നമ്മൾ വൈകിട്ട് എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നിടത്ത് ഒന്നും കിട്ടില്ല. അപ്പം നമ്മൾക്ക് അതിരാവിലെ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കൃപ കിട്ടുള്ളൂ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ട. ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട്
കർത്താവിനെ അന്വേഷിക്കണ്ട. എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഈശോയെ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ ഈശോ അവിടെ ഉണ്ടാവണമെന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏറ്റവും ആദ്യം നിങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഈ ബന്ധിച്ച് പൂട്ടുന്ന മേഖല ഞാൻ പറഞ്ഞു, അതിന് നിങ്ങൾക്കുള്ള സോഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, വ്യക്തിപരമായിട്ടുള്ളതാണ്. യേശുവിൻ്റെ തിരുരക്തത്തിൽ തന്നെ 3 അവസ്ഥകളുണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ട്, തിരുരക്താഭിഷേക ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3 അവസ്ഥകളുണ്ട്. അതായത് ഒന്ന്, ഈശോ ഗാഗുൽത്തായിൽ എത്തുന്നതിന് മുൻപ് ചിന്തിയ തിരുരക്തം, പീഡാസഹനത്തിന് മുമ്പ് കർത്താവ് ഗത്സമേനിയിൽ വെച്ച് ചിന്തിയ തിരുരക്തം. അത് രക്തത്തുള്ളികൾ വിയർത്താണ് കർത്താവ് രക്തം ചിന്തുന്നത്. അവിടെ പീഡകൾ ഏറ്റിട്ടില്ല, കർത്താവിനെ ഫിസിക്കൽ ബോഡിയിൽ മുറിവുകൾ വന്നിട്ടില്ല. ഇമോഷൻസിനെ ബന്ധിക്കണം നിങ്ങളത് വെച്ചിട്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഇമോഷൻസിനെ ബന്ധിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സോഴ്സാണ് കർത്താവിൻ്റെ ഗത്സമേനിയിലുള്ള യേശുവിൻ്റെ പരിശുദ്ധ രക്തം, വിയർത്ത രക്തം. യേശു രക്തം വിയർത്ത് എന്തിനെ പ്രതിയാ? ആകുലതകളേറി കർത്താവ് രക്തം വിയർത്തു. വരാനിരിക്കുന്ന സഹനങ്ങളെ ഓർത്ത് രക്തം വിയർത്തിട്ടുണ്ടെങ്കിൽ ആ തിരുരക്തം നിങ്ങളുടെ ഇമോഷൻസിനെ ബന്ധിക്കാൻ നിങ്ങൾ ഉപയോഗിക്കാം. വീണ്ടും യേശുവിൻ്റെ തിരുരക്തം, 2ാമത്തെ സെഷൻ, കർത്താവിൻ്റെ പീഡാസഹനം, ചമ്മട്ടി, ചാട്ടവാറ്, അടി മുതൽ കുരിശു മരണം, ഗാഗുൽത്തായിലെ കുന്തമുന വരെ യേശു ചിന്തിയ തിരുരക്തം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ശരീരത്തിലുള്ള രോഗപീഠകൾ, നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾക്കെതിരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രയോഗിക്കണം. അത് പ്രയോഗിക്കുമ്പോൾ ഒരിക്കലും തിരുരക്തം അവിടെ തളികട്ടെ ഇവിടെ തളികട്ടെ അല്ല, ആത്മാവിനെ വേണം നിങ്ങൾ കെട്ടിയിടാൻ. ആത്മാവിനെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. ആത്മാവിനെ മാത്രം. യേശുവിൻ്റെ രക്തം പാപമോചനത്തെ പ്രതി ചിന്തിയ തിരുരക്തമാണ്. അപ്പോൾ അന്നിൽ പാപത്തിലേക്ക് നയിക്കുന്ന അരൂപികളെ ഞാൻ അതുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് തളിക്കണം. 3ാമത്തെ തിരുരക്തമാണ് യേശു കുരിശിൽ മരിച്ചതിന് ശേഷം കുന്തം കൊണ്ട് കുത്തി തിരുവിലാവ് കുത്തി തുറക്കപ്പെട്ടപ്പോൾ ഒഴുകിയിറങ്ങിയ തിരുരക്തവും തിരുജലവും. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ 3ാമത്തെ അവസ്ഥയാണത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ 3ാമത്തെ അവസ്ഥ, കുന്തമുന കൊണ്ട് കുത്തി തുറക്കപ്പെട്ടപ്പോൾ. പ്രിയപ്പെട്ടവരെ, അവിടെ ഒഴുകിയ തിരുരക്തത്തിന് തിരുജലവും തിരുരക്തവും ഒരേ സമയം യേശുവിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു. തിരുജലവും തിരുരക്തവും യേശുവിൽ നിന്ന് പുറത്തു വന്നു. എപ്പോൾ? കർത്താവിൻ്റെ തിരുമരണത്തിന് ശേഷം. അത് നമ്മിലുള്ള ഏതവസ്ഥകളെ ബന്ധിക്കാനാണ്? നമ്മിലുള്ള ഏതവസ്ഥകളെ ബന്ധിക്കാനാണ്? യേശുവിൻ്റെ മരണശേഷം ഈശോ ചിന്തിയ തിരുരക്തവും തിരുജലവും. നമുക്ക് എന്തിനെ ബന്ധിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഹോംവർക്കായിട്ടിരിക്കട്ടെ. അത് നിങ്ങൾ അടുത്ത ധ്യാനത്തിൽ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് രാത്രി ഒന്ന് ധ്യാനിക്കുക. ഞാനത് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ധ്യാനിച്ച് നോക്കുക. എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖമാണ്. എഴുതി എടുത്താൽ മതി. വേണം, നിങ്ങളൊന്ന് ധ്യാനിച്ച് നോക്ക്. യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ട തിരുരക്തം, തിരുജലം. തിരുജലമാണ് പ്രധാനം. തിരുരക്തം ഓൾറെഡി നമ്മൾ ധ്യാനിക്കുന്നതാണ്. തിരുജലത്തെ നമ്മൾ ധ്യാനിക്കാൻ എടുക്കാറില്ല, പക്ഷെ നിങ്ങൾ എടുക്കണം. നമ്മളിലുള്ള കൃപകളെ കർത്താവ് അതുകൊണ്ട് കഴുകുന്നുണ്ട്, അത് മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് എന്ത് പൊട്ടി പുറപ്പെട്ടുവോ അത് തിരുജലമാണെങ്കിൽ ആ തിരുജലത്തെ നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടതാണ്. യേശുവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇതെല്ലാം ധ്യാനിക്കണം. ക്രിസ്തുവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആത്മസ്ഥിതിയെക്കുറിച്ച് ധ്യാനിക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ ഇത്രയും മേഖലകൾ ഫിസിക്കലി നമുക്ക് മൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കാം. 2, നമ്മുടെ ആത്മസ്ഥിതി, ആത്മാവിൻ്റെ അവസ്ഥ, ആലോചനകൾ, നമ്മളിൽ പറഞ്ഞിരിക്കുന്ന നമ്മളിലുള്ള എല്ലാ തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള മേഖലകളിൽ വരുന്ന ബന്ധനങ്ങളെ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റും. യേശു എന്ന് പറയുന്നത് എന്താ പറയുക, ഫിസിക്കൽ ബോഡിയാണെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്നത് സ്പിരിച്വൽ ബോഡിയാണ്. അപ്പോൾ ആത്മശരീരത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ക്രിസ്തുവിൻ്റെ ആത്മശരീരത്തെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ആത്മീയ സ്ഥിതികളെ നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റണം. ക്രിസ്തു എന്ന് പറയുന്ന സ്പിരിച്വൽ ബോഡിയെ നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ യേശു എന്ന് പറയുന്ന ഫിസിക്കൽ ബോഡിയാണ് നമ്മൾ നോക്കിക്കിടക്കുന്നത്, നമ്മൾ നോക്കി കാണുന്നത്. അതാ കാരണം നമ്മളെല്ലാ ആവശ്യങ്ങളും, ഫിസിക്കലിയുള്ള ആവശ്യങ്ങൾ നമുക്ക് സാധിച്ച് കിട്ടിയാൽ മതി. അതുകൊണ്ട് നമ്മൾ യേശുവിനെ കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ച് കർത്താവായ യേശു 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 എന്ന് നമ്മളിങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ആത്മശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തു എന്ന് പറയുന്ന ഫിസിക്കൽ ബോഡിയെക്കുറിച്ച്, സ്പിരിച്വൽ ബോഡിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയുള്ളൂ. പക്ഷെ അത് ആ ടോപ്പിക്ക് ഞാൻ എടുക്കുന്നത് എനിക്കൊന്നും മനസ്സിലായി
മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാനത് പറയാത്തതാ. അങ്ങനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളിലുള്ള ചില കെട്ടുകൾ അഴിയപ്പെടും. ആത്മീയതയിൽ, മനസ്സിൽ, ബുദ്ധിയിൽ, ആലോചനകളിൽ, ഹൃദയവിചാരങ്ങളിൽ ഉള്ള കെട്ടുകൾ അഴിയപ്പെടണമെങ്കിൽ ക്രിസ്തുവിനെ ധ്യാനിക്കണം. ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ എന്ത് ധ്യാനിക്കും? ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞ വചനങ്ങളെ ധ്യാനിക്കും. അവിടെ പറയുന്നു, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു. ഏലിയായാണെന്ന് പറഞ്ഞു, പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശരി. ഈശോ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു എന്നല്ല, ക്രിസ്തുവാണ്. അത് പ്രഖ്യാപനമാണ്. അപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? യേശു ക്രിസ്തു പറഞ്ഞു, ഇത് മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, എൻ്റെ സ്വർഗസ്ഥനായ അപ്പന. കാരണം നമ്മൾ മാംസരക്തങ്ങളാകുന്ന യേശുവിനെയാണ് നമ്മൾ നോക്കുന്നത്. മാംസരക്തം, അതായത് യേശു മനുഷ്യനെന്ന്, പൂർണ്ണ മനുഷ്യൻ എന്നല്ല ഞാൻ പറയുന്നത്. മാംസരക്തം, അതായത് ഫിസിക്കലി കാണുന്നതിനെയാണ് അവിടെയുള്ള ആൾക്കാർ യേശുവിനെ വിശേഷിപ്പിച്ചത്. ഫിസിക്കലി കാണുന്ന അവസ്ഥയില്ല. ഒരു മനുഷ്യൻ, ഒരു മനുഷ്യനെ പോലെ വേറൊരു മനുഷ്യനുണ്ടായിരുന്നു, അത് ഏലിയായിരുന്നു, ഇതായിരുന്നു. പ്രവാചകരെല്ലാം ഇതുപോലൊരു മനുഷ്യനായിരുന്നു, അവരിൽ പ്രവാചക ആത്മാവുണ്ടായിരുന്നു. യേശുവിനെ ഇവർ നോക്കുന്നതും അങ്ങനെയാണ്. അവിടെയാണ് ഈശോ വിശുദ്ധ പത്രോസിനോട് പറഞ്ഞത്, മാംസരക്തങ്ങളല്ല, അതായത് കണ്ണിൽ കണ്ടിട്ടല്ല നീ ഇത് പറഞ്ഞത്, എൻ്റെ അപ്പൻ നിനക്കിത് വെളിപ്പെടുത്തി തന്നുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആമേൻ, ഹല്ലേലൂയ. സജീവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയണമെങ്കിൽ നമ്മൾ നോക്കുന്ന ആംഗിൾ മാറണം. അത് പത്രോസ് അത് പറയണമെങ്കിൽ പത്രോസിൻ്റെ ഉള്ളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ നമ്മളത് നോക്കണം, ദൈവത്തിൻ്റെ ശക്തിയെ നോക്കണം. സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തു പത്രോസിന്. പറഞ്ഞത് പുത്രനാണ് പറഞ്ഞത്. എൻ്റെ അപ്പം വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞ പുത്രനാണ്. എൻ്റെ അപ്പം വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞ പുത്രനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു വെളിപ്പെടുത്തൽ ഇങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെട്ട് കിട്ടണം നമുക്ക്. ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെട്ട് കിട്ടുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അധികമായിട്ട് വരും. ശുശ്രൂഷകരെ കൂടുതൽ ധ്യാനിക്കേണ്ടതും കൃപയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ ധ്യാനിക്കേണ്ടതും ക്രിസ്തുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ധ്യാനിക്കണം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് കേട്ടിട്ട്, യേശു പോരല്ലേ, പോരാ, ഇത്തിരി ആവായിരുന്നു, ക്രിസ്തു സൂപ്പർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കുന്നിടത്ത് ക്രിസ്തുവിനെ നിങ്ങൾ കൂടുതൽ ധ്യാന വിഷയമാക്കണം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ മറ്റൊന്നാണ്, നിങ്ങൾ ധ്യാനിക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തെ ആരാധിക്കുമ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മൾ അധികം അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല. നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? പുത്രനായ ദൈവത്തെ കണ്ടു. കാരണം അവൻ ഭൂമിയിൽ വന്നു മനുഷ്യർക്ക് വേണ്ടി പാപങ്ങൾ ഏറ്റെടുത്ത് സഹിച്ച് കുരിശിൽ യാഗമായി തിരിച്ചുപോയി. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സഹായകനയക്കും. ഇപ്പോൾ സഹായകൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും സഹായകൻ്റെ പരിശീലനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മൾ പലപ്പോഴും. പലയിടത്തും പിതാവായ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കണം. പിതാവായ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കണം. പിതാവിന് എൻ്റെ ബുദ്ധിയെയും പുത്രന് എൻ്റെ ഹൃദയവിചാരങ്ങളെയും പരിശുദ്ധാത്മാവിന് എൻ്റെ കരവേലകളെയും ഞാൻ സമർപ്പിക്കണം. അപ്പോൾ പിതാവിന് എൻ്റെ ബുദ്ധിയെ ഞാൻ സമർപ്പിക്കുമ്പോൾ പിതാവ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. ത്രിത്വസ്തുതി ചെല്ലുമ്പോൾ മാത്രമാണ് പിതാവിനെ കുറിച്ച് ഓർക്കുന്നത്. സ്വർഗസ്നായ പിതാവെ ചെല്ലുമ്പോൾ പോലും നമ്മൾ ഓർക്കുന്നുണ്ടോ സംശയം? പഠിച്ചു വെച്ചത് പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന, ധ്യാനിച്ച് ചെയ്യുന്നതാണ് പ്രാർത്ഥന. പിതാവായ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുന്നില്ല, ധ്യാനിക്കണം. പിതാവായ ദൈവത്തെക്കുറിച്ച്, അബ്ബായെക്കുറിച്ച് ധ്യാനിക്കണം. നിങ്ങൾ അബ്ബായെക്കുറിച്ച് ധ്യാനിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ധ്യാനത്തിൽ നിന്ന് ദൈവസ്നേഹം നിങ്ങളിൽ നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കൂടിയിട്ടുണ്ടോ അബ്ബാധ്യാനം? അബ്ബാധ്യാനം കൂടിയിട്ടുണ്ടോ? അബ അനുഭവമുണ്ട്, അനുഭവമുണ്ട് പ്രിയപ്പെട്ടവർ. അതിനകത്ത് പഴയ നിയമം മുതൽ വെളിപാട് വരെയുള്ളതിൽ പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ധ്യാനമുണ്ട്. അതിൽ നല്ല പവർഫുള്ളാണ്, നല്ല പവർഫുൾ റിട്രീറ്റ്. അത് നിങ്ങൾ പങ്കെടുക്കാൻ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പങ്കെടുക്കുക. ഞാൻ ചെയ്തിട്ടുണ്ട് അത് 2, 3, 4
5 ധ്യാനത്തോളം ഞാനത് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്ത് പറഞ്ഞനുസരിച്ച്. അബ്ബാ ധ്യാനം നിങ്ങൾ പങ്കെടുക്കുക. അത് ഒരു എക്സ്പീരിയൻസാണ്. അത് തല നിങ്ങൾ മാറും. നിങ്ങൾക്ക് മനസ്സിലാവും പിതാവിനെ വിളിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. തൃത്വത്തെ ആരാധിക്കുമ്പോൾ തൃത്വിക ദൈവത്തെ എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണുന്നു എൻ്റെ പിതാവിനെ കാണുന്നു. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ധ്യാനിക്കാൻ പോകുമ്പോൾ, പള്ളികളിലൊക്കെ പോകുമ്പോൾ പിതാവിൻ്റെ ഒരു രൂപം വരച്ച് വെച്ചേക്കണം കാണണം. ഒരു ആസ്മാരോഗിയെ പോലെ കഷണ്ടി തലയായിട്ട് നല്ല പ്രായമുള്ളൊരു അപ്പാപ്പൻ ഇരിക്കുന്നതായിട്ട് ഇങ്ങനെ വരച്ചു വെച്ചേക്കണുണ്ട്. നമ്മുടെ കൺസെപ്റ്റ് ഞാൻ ഓർക്കുകയാണ്, ഇത് എന്താ നമ്മുടെ കൺസെപ്റ്റ് എന്നുള്ളത്. ഈശോ പറഞ്ഞു എന്നെ കാണുന്നു പിതാവിനെ കാണുന്നു. പിതാവിനെക്കുറിച്ച് നമ്മൾ നല്ല പ്രായമുള്ളൊരു മനുഷ്യൻ, ഇപ്പുറത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ചെറുപ്പമായിട്ടുള്ളത്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ വേറൊരു ഒന്നെങ്കിലും പരിശുദ്ധ. ഇതൊന്നുമല്ല പ്രിയപ്പെട്ടവർ. ഇതിനേക്കാൾ നമ്മൾക്ക് ഒരു മാനുഷികതയിലാണ് നമ്മൾ പിതാവിനെ കാണുന്നത്. അങ്ങനെ കാണരുത്. അതിനും എത്രയോ മടങ്ങപ്പുറമാണ് പ്രിയപ്പെട്ടവരെ. ആ അപ്പനായ എൻ്റെ ദൈവത്തെക്കുറിച്ച് എൻ്റെ കൺസെപ്റ്റ് മാനുഷികതയിലുള്ള വിഷൻസിൽ ഞാൻ പിതാവിനെ കാണരുത്. ഞാൻ എൻ്റെ അപ്പനെ കാണുമ്പോൾ എൻ്റെ അപ്പൻ്റെ രൂപം, എൻ്റെ അപ്പൻ്റെ ഷേപ്പ്, എൻ്റെ അപ്പൻ്റെത്, ഈ ഒരു കൺസെപ്റ്റിലും ആ അപ്പനും മക്കളും കൺസെപ്റ്റിൽ പിതാവിനെയും പുത്രനെയും കാണരുത്. ദൈവീകമായിട്ടുള്ള കാഴ്ചപ്പാട് കിട്ടാതെ പിതാവിനെ കുറിച്ച് വിലയിരുത്തരുത്. അവിടെ പിതാവിനെ നമ്മൾ ധ്യാനിക്കണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പാപമോചനവും സ്വീകരിച്ചാലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് നേടാൻ പറ്റുകയുള്ളൂ. കൃപ ലഭിക്കണമെങ്കിൽ പിതാവിൻ്റെ സ്നേഹം, തെരഞ്ഞെടുപ്പുണ്ടാകണമെങ്കിൽ, വിളി ഉണ്ടാകണമെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഉൾക്കൊള്ളാതെ വിളി പൂർണ്ണമാവുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, അവൾ ചെന്ന് 7 പിശാചുക്കളെ പുറത്താക്കിയപ്പോൾ അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെടാൻ ശിഷ്യരെ ചൂസ് ചെയ്തില്ല. അവൻ പാപം ഉപേക്ഷിച്ചവളിലേക്ക് അവൻ ചെന്നു എന്നുള്ളതാണ്. ശുശ്രൂഷകർക്ക് ഒരു മനോഭാവമുണ്ട്, എല്ലാം ഞങ്ങളിലൂടെ എന്നുള്ളത്. ഒരു ശുശ്രൂഷയും ചെയ്യാതെ, ഒരു വിളിയുമില്ലാതെ അടച്ചിട്ട മുറിയിൽ അനേകം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മഗ്ദലനമാര് നമുക്കിടയിലുണ്ട്. കർത്താവ് ചെല്ലും അവിടെ. ഈശോ അവിടെ ചെന്ന് അവരെ കാണും, അവരോട് പറയും. വൈദികരോടും പിതാക്കന്മാരോടും അവർ സംസാരിച്ച അനുഭവങ്ങൾ എത്രയോ അധികമാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതെല്ലാം നല്ല ശുശ്രൂഷ മനോഭാവത്തിൽ നിൽക്കുന്നവരിലേക്കല്ല, ഒന്നുമല്ലാത്ത ബാലന്മാരിലേക്കും ഒരു വിദ്യാഭ്യാസമോ യോഗ്യതകളോ ഒന്നുമില്ലാത്തവരിലേക്ക് അമ്മ ചെന്ന് പ്രത്യക്ഷീകരണത്തിലൂടെ അമ്മ വെളിപ്പെടുത്തി പല കാര്യങ്ങളും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എളിമപ്പെടുക എന്നർത്ഥം. ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ തക്ക വിധം നമ്മൾ എളിമയിലേക്ക് വന്നില്ലെങ്കിൽ ഒന്നും സാധ്യമല്ല. എളിമയിലേക്ക് വരണം. ഞാൻ പറഞ്ഞില്ലേ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ നിന്ന് പാപമോചനം സ്വീകരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധ കുമ്പസാരക്കൂട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കണം, എൻ്റെ അപ്പ, നിൻ്റെ പുത്രനിൽ നിന്ന് പാപമോചനം സ്വീകരിക്കാൻ നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന്. എൻ്റെ അപ്പ, നിൻ്റെ പുത്രനിൽ നിന്ന് പാപമോചനം സ്വീകരിക്കാൻ നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് കുമ്പസാരക്കൂട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കയറണം. അപ്പോൾ അപ്പൻ തൻ്റെ സ്നേഹം നമ്മിൽ നിറയ്ക്കുകയും മറച്ചു വെച്ച പാപങ്ങൾ ഏറ്റുപറയാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും. മറച്ചു വെച്ച പാപങ്ങളുണ്ട്. ഇപ്പോഴും നമ്മളാരും പൂർണ്ണ കുമ്പസാരം നടത്തിയെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മളിലെല്ലാത്തിലും പാപത്തിലെല്ലാം ഒരു മറച്ചു വെച്ച ഭംഗിയുള്ള പാപങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഭംഗി കുറവുള്ള ഒരു ഷേപ്പില്ലാത്ത പാപങ്ങളൊക്കെ നമ്മളുടെ കൂടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭംഗിയുള്ള നല്ല പോളിഷ് ചെയ്ത നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള പാപങ്ങൾ മാത്രമേ നമ്മൾ ഏറ്റുപറയാറുള്ളൂ. നമ്മുടെ പാപങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ തല്ലിയിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം പാപങ്ങൾ. അയ്യോ, അച്ഛൻ പറയും, എല്ലാ പാപങ്ങളെ പറ്റിയും വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടല്ലോ എന്ന് അച്ഛൻ നമ്മളെ പുകഴ്ത്തി പറയുന്ന രീതിയിലുള്ള പാപങ്ങളെ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ പറയുള്ളൂ. മാരക പാപങ്ങൾ പറയുമ്പോൾ നമ്മൾ ചുമക്കും,
തുമ്മും അസ്വാഭാവികമായിട്ടുള്ള സ്വരങ്ങൾ നമ്മൾ പുറപ്പെടുവിച്ച് പാപത്തിൻ്റെ സ്വരം കുറവും എൻ്റെ ചുമയുടെ സ്വരം മുമ്പിൽ നിൽക്കും. ചുമയ്ക്കച്ചൻ പാപമോചനം തരേണ്ട അവസ്ഥയിലേക്ക് വരും. കാരണം മാരക പാപങ്ങൾ പറയുമ്പോൾ ചുമ കൂടും. വലിയ പാപങ്ങൾ, അയ്യേ എന്നുള്ള പാപങ്ങൾ പറയുമ്പോഴെല്ലാം ചുമയും തൊണ്ടവേദനയും മൂക്കടപ്പും സ്വരമടപ്പും ഒച്ചയടപ്പും എല്ലാം കുമ്പസാരക്കൂട്ടിൽ കേൾക്കാം. അതിൽ കുമ്പസാരക്കൂടിന് അടുത്ത് നമ്മൾ ചെന്ന് നിൽക്കരുത്. കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റു പറയുന്നത് നമ്മൾ കേൾക്കും. അച്ഛന്മാർ പറയുന്ന എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അച്ഛന്മാർ പറയും, നല്ല ചുമയായിരുന്നു ബ്രദറെ, കുമ്പസാരക്കൂട്ടിൽ ഭയങ്കര ചുമയായിരുന്നു. കൊറോണ ആയതുകൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ലെന്ന് ഒരച്ഛൻ പറഞ്ഞത്. കൊറോണ വീണ്ടും വന്നോ എന്നൊരു സംശയം. അച്ഛൻ ചിരിച്ച് തമാശയായിട്ട് പറയുക. കാര്യം ചോദിച്ചപ്പോഴാണ് പറയണത്, മാരക പാപങ്ങൾ പറയുമ്പോൾ ചുമയാണ്, ഭയങ്കര ചുമയാണ് ബ്രദറെ, ഭയങ്കര ചുമയാണ്. മാരക പാപങ്ങൾ പറയുമ്പോൾ ഭയങ്കര ചുമ നിൽക്കുന്നില്ല. എനിക്ക് സങ്കടം തോന്നി. ഈ പാപമോചനം കൊടുക്കുന്നതിനോടൊപ്പം പശ്ചാത്താപത്തിനോടൊപ്പം 2 ഗുളികയും കൂടി എഴുതി കൊടുക്കാൻ തോന്നിയെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. പ്രായശ്ചിത്ത പ്രവൃത്തിക്ക് പറയുമ്പോൾ 2 ഗുളികയും കൂടി എഴുതി കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്ന രീതിയിൽ ചുമയായിരുന്നു എന്ന് അച്ഛൻ പറയാം. അപ്പോൾ നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കണം, പിതാവായ ദൈവമേ, നിൻ്റെ പുത്രനിൽ നിന്ന് പാപമോചനം സ്വീകരിക്കാൻ നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണം. പിതാവിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന അവസ്ഥ ആത്മീയ ധൈര്യമാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞാൽ മതി. ഭയത്തിൻ്റെ അരൂപികൾ നമ്മളിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞാൽ മതി. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നിറയണം. നമ്മൾ ആരാധിക്കുമ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ആരാധനകൾക്ക് ഒരു വഴി തുറന്നിടേണ്ടത് ആവശ്യമാണ്. ആരാധനകൾ ദൈവത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ കുറവുകളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. എൻ്റെ അവസ്ഥകളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. ഇവിടെ മഗ്ദലന ചെന്ന് യേശുവിൻ്റെ ശിഷ്യരോട് അറിയിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ ശിഷ്യരോട് അറിയിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. പൈശാചിക ശക്തികൾ പുറത്താക്കപ്പെട്ടാൽ, 7 അരൂപികൾ പുറത്താക്കപ്പെട്ടാൽ, 7 പാപത്തെ നിങ്ങൾ പുറത്തു പോകാൻ, നിങ്ങൾ പാപത്തെ വെറുത്തുപേക്ഷിച്ചാൽ ക്രിസ്തു നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മിലുള്ള ചില പാപാവസ്ഥകളാണ് ക്രിസ്തുവിന് നമ്മളോട് സംസാരിക്കാനുള്ള തടസ്സമെങ്കിൽ അതിൽ ഈശോയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേണം ആ പാപാവസ്ഥകളെ യേശുവിൻ്റെ നാമത്തിൽ ഉപേക്ഷിക്കാൻ. ഒരിക്കലും പാപത്തെ ഉപേക്ഷിക്കാൻ ദൈവം നമുക്ക് പ്രേരണയല്ല, ദൈവം നമ്മെ സഹായിക്കില്ല. കാരണം പാപം ചെയ്തത് നീയാണെങ്കിൽ പാപം ചെയ്യാൻ കാണിച്ച ധൈര്യം നീ പാപത്തെ ഉപേക്ഷിക്കാനും കാണിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്യാൻ കാണിച്ച ധൈര്യം പാപത്തെ ഉപേക്ഷിക്കാനും കാണിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. കാരണം ഇത് പറഞ്ഞത് 7 പിശാചുക്കൾ പുറത്തു പോയവളാണ്. ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതുണ്ട്, ക്രിസ്തു പറയുന്നതുണ്ട്, രണ്ടുണ്ട്. നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടത് ആരിൽ നിന്നാണോ നമ്മൾ നോക്കുന്നത്, ആ അധരത്തെ നമ്മൾ നോക്കരുത്, പറഞ്ഞ വാക്കുകളെ സ്വീകരിക്കുക. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ അധരത്തിൻ്റെ ഭംഗിയല്ല നോക്കേണ്ടത്, അധരത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് വേണം നിങ്ങൾ ചിന്തിക്കാൻ. അതായത് നമ്മൾ സുവിശേഷകൻ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് അവൻ്റേത് മാത്രമാണ്. തിരഞ്ഞെടുപ്പ് ക്രിസ്തുവിൻ്റേതാ. ഒരാൾക്കും അവനെ ശുശ്രൂഷകരെ വിധിക്കാൻ ഒരാൾക്കും പെർമിഷനില്ല. കർത്താവിൻ്റെ ബഹുമാനപ്പെട്ട പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയും അൽമായ സഹോദരങ്ങൾ, ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്നവരെ വിധിക്കാൻ, കുറ്റം വിധിക്കാൻ ആരെയും ഈശോ അനുവദിച്ചിട്ടില്ല, അത് അറിയിക്കുകയുമില്ല. അവനവന് തന്നെയായിരിക്കും ദുരിതം, വിധിക്കുന്നവർക്ക് ആ ദുരിതം. അവർ പാപത്തിൽ വീണോ അത് അവരും ക്രിസ്തുവുമായിട്ട് മാത്രമുള്ള കണക്ഷനാണ്. നിങ്ങളതിൽ ഇടപെടാനോ പബ്ലിസിറ്റി കൊടുക്കാനോ നിൽക്കരുത്. കുടുംബത്തിൽ അസ്വസ്ഥതകൾ മാറത്തില്ല, കുടുംബത്തിൽ ദൈവവിളികൾ കെട്ടുപോകും, തെറ്റായ പ്രബോധനങ്ങൾ കൂടി നിൽക്കും. എവിടെയെല്ലാം വൈദികരെ പറ്റി, സഭയെക്കുറിച്ച് കുറ്റം വിധിക്കുന്നുണ്ടോ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനാ ജീവിതം കെട്ടുപോയിക്കൊണ്ടിരിക്കും.
അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന നിലനിൽക്കുകയില്ല. അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങളിൽ അവരിൽ ഓരോരുത്തർ ഓരോ കാരണം പറഞ്ഞ് ദൈവത്തിൽ നിന്ന് പുറകോട്ട് മാറിക്കൊണ്ടിരിക്കും. അവർക്ക് ദൈവത്തിൽ നിന്ന് പുറകോട്ട് മാറാൻ എക്സ്ക്യൂസസ് ഒത്തിരി ഉണ്ടാകും. കുറേ എക്സ്ക്യൂസസ് പിശാച് അവർക്ക് കൊടുക്കും. അവർ മനസ്സിലാക്കില്ല, ഈ എക്സ്ക്യൂസസ് തരുന്നത് പിശാചാണെന്ന് മനസ്സിലാക്കില്ല. അവർ പറയും, ഇതാണ് എൻ്റെ ബോധ്യമെന്ന് പറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിന് ശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. അതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ വേറൊരു രൂപത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. പ്രിയമുള്ള ദൈവജനമേ, യേശുവിൻ്റെ കടന്നുവരവ്, കർത്താവിന് വേണ്ടി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ യേശു നിങ്ങളിൽ പ്രവേശിക്കുന്ന യേശുവിൻ്റെ കടന്നുവരവ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്രിസ്തു നേരിട്ട് വന്ന് ഒരു അഭിഷേകമായിട്ട് നിങ്ങളിൽ നിറയുന്ന അനുഭവമല്ല, വേറൊരു രൂപത്തിൽ നിങ്ങളിലേക്ക് വരും. ആ രൂപമാണ് സഹനത്തിൻ്റെ രൂപം, ചില കണ്ണുനീരിൻ്റെ രൂപം, ചില ആന്തരിക മുറിവുകളുടെ രൂപം, ചില കടബാധ്യതകൾ, ചില കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ, ചില ബന്ധനങ്ങൾ, ചില അരൂപികൾ. ഈ രൂപത്തിലെല്ലാം കർത്താവ് നിങ്ങളിലേക്ക് വരും. കർത്താവ് വന്ന രൂപം ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വന്ന രൂപത്തിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാകണം. അവരും ചെന്ന് ശിഷ്യന്മാരെ അറിയിച്ചു, ഈശോ വീണ്ടും ജീവിക്കുന്നു. അവരെയും അവർ വിശ്വസിച്ചില്ല. അവൻ വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാണ്? യേശുവിനെ ഈ ഒരു രൂപത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ശരിയല്ല. യേശുവിനെ ഈ ഒരു രൂപത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചത് ഉൾക്കൊള്ളാൻ പറ്റാത്ത മേഖലയാണ്. യേശുവിനെ ഈ ഒരു രൂപത്തിൽ സ്വീകരിക്കുക എന്ന് പറയുന്നത്, നമ്മൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇങ്ങനെ തന്നെ ആകണം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട്, ഇങ്ങനെ തന്നെ ആകണം. ഈ കാഴ്ചപ്പാടിൽ നിന്ന് വ്യതിചലിക്കേണ്ടിയിരിക്കുന്നു. ഈ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാഴ്ചപ്പാട് ഒരുപക്ഷെ ദൈവീകമല്ലായിരിക്കും. അതുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടാണ് ശരി എന്ന് നിങ്ങൾ പറയരുത്. മറിച്ച് ക്രിസ്തു എന്താണോ ആ അവസ്ഥയിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷകർ ആ രീതിയിൽ ഒരുങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ അറിയണം, മരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മരണത്തിലേക്കുള്ള ദൂരം ഒരു ദിവസം കൂടെ ഇന്നത്തോടെ കുറയാം. നമ്മുടെ എത്ര ആരോഗ്യമുണ്ടെങ്കിലും നിങ്ങൾ ജനിച്ച ദിവസം തന്നെ നിങ്ങളെ മരിക്കേണ്ട ദിവസവും എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തോടുകൂടെ ആ ദിവസത്തിൽ ഒരു ദിവസം കൂടി ഇന്ന് കുറയുക. നിങ്ങളെങ്ങനെയാണ് ചിലവഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ നിങ്ങളെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവത്തെ നിങ്ങളെങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ആലോചിച്ചിരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. ആലോചനയിലേക്ക് പോകരുത്, പ്രവൃത്തിയിലേക്ക് പോകണേ. ഞാൻ പറഞ്ഞില്ലേ, സമയം അടുത്തു, നമ്മുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കിട്ടിയ അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കണേ. കിട്ടിയ അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കണം. ഈശോയെ കൊടുക്കാൻ കിട്ടിയ അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കണേ. ഈശോയെ കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം ഒരാത്മാവിനെ നേടുന്നത് നിങ്ങളുടെ ശുദ്ധീകരണ സ്ഥലത്തിൽ എത്ര കാലയളവ് കുറച്ച് കിട്ടുമോ നിങ്ങൾക്കറിയോ? ഒരാത്മാവിനെ നിങ്ങൾ നേടിയെടുത്താൽ ശുദ്ധീകരണ സ്ഥലത്ത് നിങ്ങൾക്ക് കുറച്ച് കിട്ടുന്ന കാലയളവ് നിങ്ങൾക്കറിയില്ല അതിനെക്കുറിച്ച്. അത്രയും നിങ്ങൾക്ക് കിട്ടുന്ന ബോണസാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈശോ നിങ്ങളോട് പറയുന്നു, യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ പാഴാക്കരുത്. ആത്മാക്കളെ നേടാൻ ദൈവം നിങ്ങൾക്ക് കയ്യിൽ തന്നിരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഒരു ബ്രേക്കാണ്. ഒന്ന് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കുക.